നമ്മുടെ മക്കൾ എന്നത് നമുക്ക് അല്ലാഹു തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്, വലിയൊരു സന്തോഷമാണത്. മക്കളെ പരിപാലിക്കുക എന്നത് അതും സന്തോഷത്തോടെ തന്നെ പൂർത്തീകരിക്കാവുന്ന ഒരു ദൗത്യമാണ്. മക്കൾ എന്നത് സന്തോഷമാണെന്നതുപോലെ മക്കളെ പരിചരിക്കലും സന്തോഷകരമാണ്. അതാണ് ശരി. ഇനി അതല്ലാത്തൊരു അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നാം തിരുത്തേണ്ടതാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെയും വൈജ്ഞാനികമായ ആശയത്തിൻ്റെയും പിൻബലം ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിനാണ്. അഥവാ ജീവിതം എപ്പോഴും സന്തോഷകരമാണ്, ജീവിതം എപ്പോഴും എളുപ്പമാണ്. സൈക്കോളജിയിലൊക്കെ അപ്ഡേറ്റഡ് സൈക്കോളജി കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം പറയും ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം എപ്പോഴും എളുപ്പമാണ്. ഇസ്ലാമിൻ്റെ ആശയം അങ്ങനെയാണ്. ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. എപ്പോഴും എളുപ്പമാണ് കൂടുതൽ. ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിച്ച പരാമർശവും ഇങ്ങനെ തന്നെയാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു തുമ്മ സബീല യസ്റഹു. മനുഷ്യൻ്റെ ജീവിതം അള്ളാഹു കൗതുകവും അത്ഭുതവും നിറഞ്ഞ രീതിയിൽ സംവിധാനിച്ചതാണ് മനുഷ്യൻ്റെ ജീവിതം. പക്ഷേ ആ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തുമ്മ സബീല യസ്റഹു. യസ്റ ഈസിയാക്കി മാറ്റിയിട്ടുണ്ട്, എളുപ്പമുള്ളതാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ ജീവിതം. ജീവിതം അങ്ങനെയാണ്. ആദ്യം നാം ഈ ഒരു ആശയം ഉൾക്കൊള്ളണം. മനുഷ്യൻ ജീവിതത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊള്ളണം എന്നതുകൊണ്ടാണ് ലാ തഹിനു വലാ തഹ്സനു. നിങ്ങളെപ്പോഴും ഈ ടെൻഷൻ അടിച്ചും മുഷിഞ്ഞും ജീവിക്കരുത്. ഈമാനുള്ളവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അല്ലദീന ആമനു വകാനു യത്തഖൂൻ ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. മുഅ്മിനീങ്ങൾക്ക് അൽ ബുശ്റ, ബുശ്റ എന്നത് ബിഷാറത്ത്, സന്തോഷം, ബിഷ്ർ. ഈ സന്തോഷം എന്ന പദപ്രയോഗത്തിൻ്റെ ഇസ്മു തഫ്ലീലിനെ അതിൻ്റെ ടോപ്പസ്റ്റ് മീനിങ് വേർഡാണ് ഇസ്മു തഫ്ലീൽ, അബുഷർ. അതിനെ ഒന്നും കൂടി മീനിങ് ഫുള്ളാക്കി അർത്ഥമുള്ളതാക്കി പറഞ്ഞതാണ് അൽ ബുഷ്റ. ലഹുമുൽ ബുഷ്റ. സന്തോഷം എന്ന് പറഞ്ഞിട്ട് ആഖിറത്തിലെ പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞത് ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ മുഅ്മിനായ മനുഷ്യന് സന്തോഷമുള്ളതാണ്. വഫിൽ ആഖിറ, എന്നാൽ ആഖിറത്തിലും സന്തോഷമാകും. ഇപ്പം ദുനിയാവിലെ ഈ ഒരു ജീവിതം സന്തോഷകരമാണ്, എളുപ്പമുള്ളതാണ് എന്ന കാഴ്ചപ്പാട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഒന്നാമതായി നാം ഉൾക്കൊള്ളേണ്ടത്. ഇന്ന് നേരത്തെ സംസാരിച്ചതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പറ്റുന്നവർ അതുകൂടി കേൾക്കണമെന്ന് പറയുകയാണ്. ഞാൻ നേരത്തെ വിശദീകരിച്ച ചില ഭാഗങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയുന്നുണ്ട്, അതിൻ്റെ ചില ഭാഗങ്ങൾ മാറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞതുകൂടി കേൾക്കാൻ പറ്റുന്നവർ അതുകൂടി കേൾക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് ശേഷം യൂട്യൂബിലും മറ്റുമൊക്കെ കാണാനും കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജീവിതം ആദ്യം പാരൻറ്റിങ് ശരിയാകാൻ നാം ചെയ്യേണ്ടത് കാഴ്ചപ്പാടുകളിൽ ഈ ഒരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വക്താവ്. അപ്ഡേറ്റഡ് സൈക്കോളജിയുടെ പ്രയോഗം നോ ബിഗിനിങ് നോ എൻഡ്. നാം നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് തുടങ്ങേണ്ട ഒരു തുടക്കവും ഇല്ല, നമ്മളായിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു അവസാനവും ഇല്ല എന്നാണ്. നമ്മുടെ എല്ലാ തരം എക്സ്പീരിയൻസ്, സന്തോഷമായാലും ദുഃഖമായാലും അതിൻ്റെ എല്ലാം ഓണർ തീർത്തും നമ്മളാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സന്തോഷിക്കാം, എപ്പോൾ വേണമെങ്കിലും ദുഃഖിക്കാം. ഈ സദസ്സ് തുടങ്ങുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. അൽഹംദുലില്ലാ, വലിയ സന്തോഷകരമായൊരു ദൗത്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്നത്. വേണമെങ്കിൽ ദുഃഖിക്കാം, കാരണം ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തീരൂലേ. ദുഃഖിക്കാം. ഒരാൾ വീട്ടിൽ കൂടെ നല്ല അടിപൊളി വീട്, എല്ലാ പണിയും പൂർത്തിയായി, എല്ലാം ഉഷാറായി, അയാൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ കയറി താമസിക്കാം. എന്നാൽ അതേ സമയത്ത് വേണമെങ്കിൽ അയാൾക്ക് സങ്കടപ്പെടാം. പടച്ചോനെ, ഇതിൽ നിന്നും എന്നെ ഒരു ദിവസം 3 കെട്ടും കെട്ടി പഞ്ഞിയൊക്കെ കണ്ണിനും മൂക്കിനൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് കൊണ്ടുപോകില്ലേ, സങ്കടപ്പെടാം. ലൈഫിൽ ഏത് നിമിഷവും ഇങ്ങനെയാണ്. എല്ലാ സങ്കടങ്ങളുടെയും യഥാർത്ഥ സ്ഥിതി ഇങ്ങനെയാണ്. നമുക്ക് സങ്കടപ്പെടാനും പറ്റും, സന്തോഷിക്കാനും പറ്റും.
അതിലൊരു സത്വവിശ്വാസി ചെയ്യേണ്ടത് മാക്സിമം സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം എന്ന കാഴ്ചപ്പാട് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇസ്ലാമിന് അതേ താല്പര്യമുള്ളൂ. ഇനി വല്ലപ്പോഴും വല്ല മുസീബത്തോ പ്രയാസമോ ഉണ്ടായാൽ, ഇതാ അസ്വാബത്തുഹും മുസീബത്തുൻ, പ്രയാസങ്ങളുണ്ടായാൽ സ്വാഭാവികമായും നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷെ ആ വിഷമം കൊണ്ട് നടക്കരുത്, റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ റിമൂവ് ചെയ്യാൻ ഇസ്ലാം ഒരു പ്രോസസ്സ് പഠിപ്പിച്ചു. എന്താണ്? ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അങ്ങനെ പറയുന്നത് ആവർത്തിച്ച് പറയുമ്പോൾ മൈൻഡ് മാറും. വിഷമമുണ്ടായാൽ വിഷമം മാറും. എപ്പോൾ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ. ഉദാഹരണം, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, വലിയ സ്വഹാബിയത്തിൽ വളരെ ശ്രദ്ധേയരായ ഉമ്മുൽ മുഅ്മിനീൻ കൂടിയായി പിന്നീട് അറിയപ്പെട്ട മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമയുടെ ചരിത്രം വളരെ പഠനാർഹമായൊരു ചരിത്രമാണ്. അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നൊരു ഘട്ടം വരുമ്പോൾ ആദ്യം, അതായത് അബൂസലമ ഉമ്മുസലമ ഭാര്യയും ഭർത്താവും, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ സമൂഹത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാമെന്നവർ തീരുമാനിക്കുന്നു. മദീനയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഭർത്താവിനെ, ഭാര്യയെ, രണ്ടുപേരെ അവർ തടഞ്ഞു വെച്ചു. അങ്ങനെ അബൂസലമയെ മാത്രം വിട്ടു, ഉമ്മുസലമയെയും കുഞ്ഞിനെയും പിടിച്ചു വെച്ചു. അങ്ങനെ പിടിച്ചു വെച്ചു. ഏകദേശം ദീർഘമായൊരു കാലയളവ് അവർ കരഞ്ഞും വിഷമിച്ചും ജീവിച്ചു. അതിനിടയിൽ ഈ യാത്രയിലെ ആ ഒരു പിടിച്ചുവെക്കലിനിടയിൽ ഈ സലമത്ത് എന്ന് പറയുന്ന കുഞ്ഞിനെ അവർ പിടിവലി നടത്തി. അഥവാ ഉമ്മുസലമയുടെ ഫാമിലിയും അബൂസലമയുടെ ഫാമിലിയും തമ്മിൽ പിന്നീട് തർക്കം ഉണ്ടായിട്ട് അവർ പിടിച്ചു വെച്ചിട്ട് അവസാനം കുഞ്ഞിൻ്റെ കൈ പറഞ്ഞു പോകുന്നൊരു ഘട്ടമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. കൂട്ടത്തിൽ മദീനയിലേക്ക് എത്തിയതിന് ശേഷം അബൂസലമ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ വഫാത്താകുമ്പോൾ ഈ ഒരു വേദനയുള്ള രംഗം, അഥവാ ജീവിതത്തിൽ അവർ സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടു കൂടെ ജീവിച്ച രണ്ട് ഇണകളാണ്. അവർ ഈ വിഷമം നേരിട്ട സമയത്താണ് ഓർമ്മ വരുന്നത്, മുസീബത്തുണ്ടായാൽ മൂമിനായ മനുഷ്യൻ വിഷമിച്ച് കഴിയാമോ? പറ്റില്ലല്ലോ. അപ്പോൾ വിഷമം കളയാൻ എന്ത് ചെയ്യണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറയുമ്പോൾ വിഷമം കളയാനുള്ള വഴിയാണത്. ഇത് പറഞ്ഞപ്പോൾ ഉമ്മുസലമയുടെ മനസ്സിലിങ്ങനെ ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനിസ്തർജഅ, ഒരാൾ ഇസ്തിർജാ നടത്തിയാൽ, അഥവാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് മനസ്സിന് തട്ടുന്ന രീതിയിൽ പറഞ്ഞാൽ മനസ്സിലെ വിഷമങ്ങൾ കളയാം. അങ്ങനെ കളഞ്ഞാൽ അയാൾക്ക് ഇസ്തഖലഫഹുല്ലാഹു, ഇതിനേക്കാൾ നല്ലത് അള്ളാഹു പകരം നൽകും എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മുസലമയുടെ മനസ്സിലോടി, ഈ മദീനയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ എന്നെ ഉൾക്കൊണ്ട് എനിക്ക് താങ്ങായി, എനിക്ക് തണലായി, എനിക്കൊരു കെയർ ഗിവറായി, എനിക്കൊരു സംരക്ഷണം നൽകുന്ന ഒരാളായി അബൂസലമയെപ്പോലെ ഇനി ഒരാൾക്ക് കഴിയില്ല. പിന്നെ നബിതങ്ങൾ പറഞ്ഞ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്കൊരാളെ പകരം കിട്ടുക? ഇതിനേക്കാൾ നല്ലത് എങ്ങനെ പകരം കിട്ടാനാണ്? ഏതായാലും ഉമ്മുസലമ എന്ത് പറഞ്ഞു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ വിഷമം കളഞ്ഞു. അവസാനം ചുരുക്കി പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഉമ്മുസലമ നല്ല പ്രായമുണ്ട്. അബൂസലമ വഫാത്താകുന്ന സമയത്ത് പ്രായമുള്ള ഒരാളാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ നബിതങ്ങൾ മുന്നോട്ട് വന്നു. പ്രായമുള്ള ഒരാളാണ്, കുഞ്ഞുങ്ങളുണ്ട്. ഉമ്മുസലമ പറഞ്ഞു, നബിയെ അങ്ങ് എന്നെ ഏറ്റെടുക്കൽ എങ്ങനെയാണ്? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ പ്രായം കൂടുതലാണ്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ നിങ്ങളെ ഏറ്റെടുക്കുന്നത് തന്നെ ഇത്തരം പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ്. അങ്ങനെ വിവാഹം നടന്നു. ഉമ്മുസലമ ഏറ്റെടുത്തു. ആ വിവാഹത്തിന് ശേഷം ഉമ്മുസലമ പറയുന്നുണ്ട്, നബിയെ അന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അബൂസലമയേക്കാൾ ഉത്തമനായ ഒരാൾ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരികയോ? അത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. പക്ഷേ ഇന്നെനിക്കെല്ലാം, എത്രത്തോളം മുസ്ലിമ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ദേഷ്യം വലിയൊരു പ്രയാസമാണ്.
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തപ്പോൾ ദേഷ്യം മാറി. പിന്നീട് അതുപോലെ ദേഷ്യപ്പെടാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സ്റ്റൈലാണ്, ഇസ്ലാമിക് കൺസെപ്റ്റാണ്. ഇപ്പോൾ സൈക്കോളജിയിൽ, ലേറ്റസ്റ്റ് സൈക്കോളജിയിൽ ചില മെത്തേഡുകളുണ്ട്. അഫർമേഷനൊക്കെ നന്നായി പഠിച്ച് ചെയ്യേണ്ടതാണ്. ആ വിഷയത്തിൽ ഒരു നല്ല മാസ്റ്ററിങ് ഇല്ലാത്തവർ അഫർമേഷൻ ഫോർമാറ്റ് ചെയ്യൊന്നും ചെയ്യരുത്. ചിലരൊക്കെ ചെറിയ 3-4 ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷമൊക്കെ അഫർമേഷൻ സെറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. അതൊക്കെ അപകടകരമാണ്. അഥവാ ഒരു ദിക്റൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അതിന് മാത്രം വൈജ്ഞാനികമായി ശേഷിയുള്ളവരാണ് ദിക്റുകൾ സെറ്റ് ചെയ്യേണ്ടത്, അഫർമേഷൻ സെറ്റ് ചെയ്യേണ്ടത്. അതൊരു വലിയ ലോകമാണ്. ചുരുക്കി പറയട്ടെ, അഫർമേഷൻ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹീൽ യുവർ ലൈഫ്, ലവ് യുവർ സെൽഫ്. ആ കോഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മൈൻഡിലെ പെയിനുകൾ എങ്ങനെ കളയാം, മൈൻഡിനെ എങ്ങനെ റീസെറ്റ് ചെയ്യാം, ഹെൽത്തിനെ എങ്ങനെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ഹെൽത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം, വലിയ വലിയ രോഗങ്ങളിൽ പോലും എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്നതായിരുന്നു. 2 ഡേ പ്രോഗ്രാമിന് പോലും അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് 50,000 രൂപ ഫീ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് അഫർമേഷൻ എന്നതിൻ്റെ ഒരു നിർവചനം? നിങ്ങൾ ദീർഘിക്കുമെന്ന് കരുതരുത്, ഞാൻ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് വിടവാങ്ങും. അതായത് ചില മൈൻഡ് സെറ്റ്, ചില മനോഭാവങ്ങളാണ് പ്രധാനം എന്നത് പറയാനാണ് ഞാൻ ഇത്രയും ഭാഗം പറയുന്നത്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചില വിഷമങ്ങളെ അത് ചില വാക്കുകൾ കൊണ്ട്, പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കൊണ്ട് കളയുന്നതിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പ്രയാസകരം, ഇപ്പം നല്ല അടിപൊളിയായിട്ട് വെളിച്ചമുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട് ഇവിടെ, ശബ്ദം ക്ലിയർ ആണ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ, അവസാനത്തിൽ ആൾ കേൾക്കുന്നില്ലേ അല്ലേ, കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ട്, പെട്ടെന്ന് കറണ്ട് പോയി. എന്നാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. സംസാരിക്കാൻ പറ്റൂലല്ലോ, കേൾക്കൂലല്ലോ. എന്ത് ചെയ്യണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിഷമിക്കൊന്നും വേണ്ട. ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ജനറേറ്റർ ഓണാക്കിയാൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. അത്രയേ ഉള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പം നമ്മുടെ മനസ്സിലെ പെയിൻ കളയാൻ വേണ്ടി ബോധ മനസ്സിൽ ഉപയോഗപ്പെടുത്തിയിട്ട് റിപ്പീറ്റഡായിട്ട്, ആവശ്യമുണ്ടെങ്കിൽ റിപ്പീറ്റഡായിട്ട് ചില വേർഡ്സുകൾ ഉപയോഗിച്ച്, അൽഫാദുകൾ, വാക്കുകൾ ഉപയോഗിച്ച് മൈൻഡ് അതിൽ വന്ന വിഷമങ്ങളെ കളയുന്ന ഒരു മെത്തേഡിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റൈല് പോലും ഇസ്ലാം നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താ? രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാ, രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാ. ഇപ്പം നമ്മൾ പലപ്പോഴും പോസിറ്റീവ് സൈക്കോളജി സൈഡിൽ നിന്ന് കേസുകൾ ഡീൽ ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു OCD കൈകാര്യം ചെയ്യുകയാണ്. കുറച്ച് മുമ്പ് ഒരു ഫാമിലി, ഒരു ഉസ്താദും ഫാമിലിയുമാണ്. അവർ വന്നു, കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അതായത് രണ്ടാളും തമ്മിൽ ഭയങ്കര ആശങ്ക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ വൈഫ് പറയുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചേ, നിങ്ങൾ എന്നിട്ട് വേറെ കല്യാണമൊക്കെ കഴിച്ച് മര്യാദയ്ക്ക് ജീവിച്ചോ. അതേ വൈഫ് തന്നെ മറ്റു ചില സമയത്ത് ഭയങ്കര ആശങ്ക. എന്താ? എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുമോ? ഒരു സമയം ഇതേ ആളെന്നെ എന്ത് പറയുന്നു? നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ പറയുന്നു. മറുസമയത്ത്, മറ്റു ചില സമയത്ത് ഇയാൾ എന്നെ ഉപേക്ഷിക്കുമോ എന്ന് ഭയപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ആകെ ഡിസോർഡറാണ്. ഇയാൾക്കും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഈ കക്ഷിക്കും മനസ്സിലാകുന്നില്ല, വൈഫിനും മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ ഇവരെ കേട്ടതിന് ശേഷം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ലൈഫിൽ വേറെ എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ട്, നിങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. എന്താ? കുറച്ച് സമയം അധികം എടുക്കും ഒതു എടുക്കാൻ. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒതു എടുക്കാൻ 3-4 മണിക്കൂർ പിടിക്കും. ഇതാ കുറച്ച് സമയം. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. ഒരു ദിവസം ഞാൻ ജുമയ്ക്ക് ഖുതുബ ഓതാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരാൾ എൻ്റെ റൂമിൽ നിന്ന് ഒതു എടുക്കാൻ കയറി ബാത്റൂമിൽ. ആകെ കുറഞ്ഞ സമയം ബാക്കിയുള്ളത്. ഇയാൾ പൈപ്പ് തുറന്ന് വുളു എടുക്കാൻ തുടങ്ങി. വുളുവിൻ്റെ ഫറള്, വുളുവിൻ്റെ ഫറള്, വുളുവിൻ്റെ ഫറള് 10-18 തവണ എണ്ണിയപ്പോൾ ഞാൻ വാതിൽ മുട്ടിയിട്ട് അയാളോട് പറഞ്ഞു, തൽക്കാലം നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ വുളു എടുക്കുക, എന്നിട്ടെടുത്തു നിങ്ങൾ. കാരണം ടാങ്കിൽ വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയില്ലേ. ജുമ കഴിഞ്ഞിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ മൂപ്പരോട്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ വുളുവിൻ്റെ ഫറള് 18 തവണ പറഞ്ഞിട്ട് ശരിയാത്തപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിച്ചിറക്കിയത്, നിങ്ങൾ എന്തിനങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, വുളുവിൻ്റെ ഹംസ ശരിയാകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വുളുവിൻ്റെ ഫറള് അത് പറയൽ സുന്നത്തല്ലേ,
പറയുന്ന നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ് കരുതലല്ലേ, പറയൽ സുന്നത്തല്ലേ. പറയാൻ വേണ്ടി ഇങ്ങനെ പൈപ്പ് തുറന്നാൽ ഇത് ഹറാമാ. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വിഷയം എവിടെയെന്നറിയോ, ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് അതിങ്ങനെ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾക്കിത് മാറും. നിങ്ങൾ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യണം. എന്നിട്ടൊരു 4 ആഴ്ച കണ്ടിന്യൂ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അടുത്ത CBTയിലേക്ക് പോകാം. അപ്പോൾ 1-ാമത്തെ ആഴ്ച ഇവർ ചെയ്തില്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങളൊരു ദിവസവും എല്ലാ ദിവസവും അവരോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ റൂട്ട്, ഒരു നല്ല പുസ്തകം, നോട്ട്ബുക്ക് വാങ്ങുക, നല്ലൊരു പേന. ആ നോട്ട്ബുക്കിൽ എല്ലാ ദിവസവും ഡേറ്റ് ഇട്ടിട്ടൊരു 33 അനുഗ്രഹങ്ങൾ എഴുതണം. എഴുതിയ അനുഗ്രഹങ്ങൾ വായിച്ചിട്ടതിന് ഹംദ് പറയണം. അപ്പോൾ ഇയാളിങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ 33 അനുഗ്രഹം എഴുതി വായിച്ച് ഹംദ് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ ഈ പ്രശ്നം മാറുക? ഒരു ചെയ്തില്ല. 2-ാമത്തെ ആഴ്ച വന്നു, ചെയ്തോ? ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ 1-ാമത്തെ ദിവസം ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താ? അപ്പോൾ അവരിങ്ങനെ തപ്പി പറയാൻ തുടങ്ങി. അത് പറയുമ്പോൾ എനിക്കറിയാം, അതായത് ഒരാളുടെ സൗണ്ട് മോഡുലേഷൻ മാറിയാൽ അപ്പം അറിയാം അയാൾ പറയുന്നത് സത്യമാണോ കളവാണോ. അപ്പം ഞാനൊന്ന് ചിരിച്ചു. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്നവർക്ക് മനസ്സിലാകാൻ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഉസ്താദേ ഇതുവരെ ഒറ്റ ദിവസവും ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ് അറിയാം. നിങ്ങളിത് ചെയ്യാൻ സന്നദ്ധമാണോ? റിസൾട്ട് ഉണ്ടാകും. ഇല്ലേ, നിങ്ങൾ ഏതെങ്കിലും അല്ലാത്ത നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നീ പോകണം. ഇതല്ലാത്ത വഴികളൊക്കെ ഉണ്ട് മാറാൻ. 3-ാമത്തെ ആഴ്ച എല്ലാറ്റിനും മാറ്റം വന്നു. എവിടെയാണ് തുടങ്ങിയത്? അൽഹംദുലില്ലാ പറയാൻ. ഇപ്പം ഞാൻ പറഞ്ഞത് ലൈഫ് സ്റ്റൈലായിട്ട് എന്തു വേണം? ഗ്രാറ്റിറ്റ്യൂഡുള്ള ലൈഫ് വേണം. ഗ്രാറ്റിറ്റ്യൂഡുള്ള ലൈഫ് എവിടെയാണ്? എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ് വേണം, എല്ലാവരോടും വേണം. ഉദാഹരണത്തിന്, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ മക്കളോട് താങ്ക്സ് അല്ലെങ്കിൽ ജസാക്കല്ലാ അങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ട്? നിങ്ങൾക്കൊരു 48 മണിക്കൂറിനിടയിൽ ഉണ്ടോ? പറഞ്ഞ ആരെങ്കിലും ഉണ്ട്? താങ്ക്സ് മാഷാ അല്ലാ. ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇതുള്ളവർക്ക് ധന്യമായിരിക്കും ജീവിതം. നിങ്ങൾ സ്വന്തം മക്കളോട്, ഭർത്താവിനോട് ജസാക്കല്ലാ, താങ്ക്സ്, ഈ ഒരു പദപ്രയോഗം പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? മറ്റൊന്ന് സെയിം ആണ് സോറി, അപ്പോളജീസ്, സോറി. മക്കളോട്, ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് സോറി പറയാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ ലൈഫ് കളർഫുള്ളായിരിക്കും. ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം ഇത് പറയുമ്പോൾ, എന്തിനാണ് ഈ നന്ദി? നന്ദി എന്ന് പറയുന്നത് അത് ഒരാളുടെ ലൈഫ് സ്റ്റൈലാണ്. അതുപോലെ സോറി എന്ന് പറയുന്നത് ഒരാളുടെ മൂല്യമാണ്. സോറി എന്ന് പറയുന്നത് ഒരാളുടെ മൂല്യമാണ്. അല്ലാതെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന അർത്ഥമല്ല സോറിയുടേത്. മറിച്ച് നമ്മുടെ മൂല്യം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് സോറി. അതായത് ഇപ്പം നമ്മൾ ഒന്നിച്ചിരുന്നു, നമ്മൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, 2 പേർ ഒന്നിച്ചിരുന്നു. 2 പേർ ഒന്നിച്ചിരുന്നിട്ട് പരസ്പരം സന്തോഷമുണ്ടായതിൻ്റെ അളവ് ലക്ഷ്യം വെച്ച അത്രയല്ലെങ്കിൽ അതിന് സോറി പറയണം. ഒരു ഭാര്യയും ഭർത്താവും, ഉമ്മയും മകനും, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തെയും അനുജത്തെയും, നിങ്ങൾ ഒന്നിച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങളെ മകന്, മകൾക്ക്, ഭർത്താവിന് അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി, അനുജത്തിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ അതിന് സോറി പറയുന്നതാണ് ഗ്രാൻഡ്, നല്ല മൂല്യമുള്ള ജീവിതം. അതാണ് ജീവിതം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിങ് വിൽ ബി സക്സസ്ഫുൾ. എപ്പോഴും പെട്ടെന്ന് വിജയകരമാണ്. ഇവിടെ നിന്നാണ് പാരൻറ്റിങ് തുടങ്ങേണ്ടത്. ഇവിടെയാണ്. അഥവാ നന്ദി പ്രകടിപ്പിക്കുന്ന, സന്തോഷം ജീവിതത്തിൽ എപ്പോഴും എനിക്ക് അർഹമാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ജീവിതം. എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു.
അങ്ങനെ ഒരു അടുത്ത എണ്ണ തീർന്ന് അടുത്ത പെട്രോൾ പമ്പ് അന്വേഷിക്കുന്ന വണ്ടിയുടെ മട്ടാകരുത് എന്ത് ഒരു അൽഹംദുലില്ല പറയുന്നിടത്ത്. അൽഹംദുലില്ല എങ്ങനെ വേണം? നിറഞ്ഞു നിൽക്കണം. ഇതാണ് ലൈഫെങ്കിൽ നിങ്ങൾക്ക് മക്കളിൽ ഇടപെടാൻ, എവിടെ ഇടപെടാനും വളരെ എളുപ്പമാണ്. ഒന്നുകൂടി പറയാം, സാധാരണ ഇത് 4, 5, 6, 7 മേലോട്ടുള്ള ക്ലാസ്സുകളാകുമ്പോൾ കുറച്ചുകൂടി മുതിർന്നവരെ പരിഗണിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നേരത്തെയുള്ള പാർട്ട് കുറഞ്ഞ ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ പറ്റുന്നവർ, ആവശ്യമുള്ളവർ ആ മേഖലയും കൂടി കേൾക്കാൻ ശ്രമിക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടാം. ഈ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 25 ചാപ്റ്ററുകളിലായി, 25 ടോപ്പിക്കുകളിലായി, 25 അരമണിക്കൂർ ദൈർഘ്യമുള്ള റെക്കോർഡിങ്ങുകൾ, അതുപോലെ 25 PDF ഉൾക്കൊള്ളുന്ന ഒരു പാരൻറ്റിങ് കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും ശ്രദ്ധ ഊന്നിയത്. അതേസമയത്ത് ഓരോന്നും വേറെ വേറെ ടോപ്പിക്കുകളായി മിനിമം അരമണിക്കൂറുള്ള, അഥവാ ഇപ്പോൾ ഒരു ടീച്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ ഉപകാരപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത ഒരു കോഴ്സുണ്ട്. ആവശ്യക്കാർക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇതിൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ നമ്പർ ഇതിൽ പ്രദർശിപ്പിക്കുക. ആവശ്യക്കാർക്ക് ആ നമ്പർ നോട്ട് ചെയ്യാം. ആ നമ്പർ നോട്ട് ചെയ്തിട്ട് അതിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൽ അയച്ചു തരും. അതായത് അരമണിക്കൂർ ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ, 25 ക്ലാസ്സുകൾ. അതുപോലെ അതിൻ്റെ മാറ്റർ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ മാറ്റർ PDF ആയിട്ട് അതും അതിൻ്റെ കൂടെ തരും. ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുത്താം. രക്ഷിതാക്കൾക്കും അത് ഒഴിവുള്ള സമയത്തൊക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ലൈഫിൽ ഉപകാരപ്പെടും. പാരൻറ്റിങ്ങിൽ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുതിർന്ന വിദ്യാർത്ഥികളാണ്. അഥവാ 4ാം ക്ലാസ് ആകുമ്പോൾ ഒരു 9, 10 പ്രായം ഉണ്ടാകും. ഇതിന് മേലോട്ട് 9 വയസ്സ് 8 വയസ്സ് മേലോട്ട് പോകുന്ന സമയത്ത് കുട്ടികളിൽ മാറ്റം വരുന്ന സമയമാണ്. മാറ്റം വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതിന് അഡോളസൻസ് എന്നാണ് പറയുക. കൗമാരക്കാരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും എല്ലാവരും പറയുക എന്താ? കൗമാരക്കാരുടെ പ്രശ്നങ്ങളാണ് എല്ലാവരും പറയുക. കൗമാരം എന്ന പ്രായം വളരെ നല്ലതാണോ മോശമാണോ? പ്രശ്നമുള്ളതാണോ അതല്ല തീരെ പ്രശ്നമില്ലാത്തതാണോ? പ്രശ്നമുള്ളതാണ്. ഇത് തിരുത്തിയാൽ എല്ലാ പ്രശ്നവും തീരും. പ്രായം ഏതാണ് നല്ലത്? ഞാൻ ചോദിക്കുകയാണ്, വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഏത് പ്രായമാണ് നല്ലത്? കുട്ടികളുടെ കുട്ടിപ്രായമാണോ നല്ലത്? യുവത്വമാണോ നല്ലത്? വാർദ്ധക്യമാണോ നല്ലത്? ഏതാ നല്ലത്? നമ്മൾ ചിലർ പറയും കുട്ടികളുടേതാണെന്ന്. എന്നാൽ എല്ലാ പ്രായവുമാണ് നല്ലത്. കുട്ടിപ്രായത്തിൽ കുട്ടിത്വമാണ് അവിടുത്തെ നല്ല പ്രായം. യുവത്വത്തിൽ യുവത്വമാണ് നല്ല പ്രായം. വാർദ്ധക്യത്തിൽ വാർദ്ധക്യമാണ് നല്ല പ്രായം. നിങ്ങൾ ഖുർആനിൻ്റെ അവതരണം ശ്രദ്ധിച്ചു നോക്ക്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു. ഖുതിലൽ ഇൻസാനു എന്ന് പദം പ്രയോഗിക്കുന്നത് എവിടെയാണെന്നറിയോ? കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്നാണ്. കുത്തിലൽ ഇൻസാൻ, മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷെ അത് ഫ്രൈസാണ്. എന്താ ഫ്രൈസ് എന്നറിയോ? ഇത് എന്താ ഇവൻ്റെ കഥ എന്ന് ചോദിക്കൂലേ, അതാണ് കുത്തിലൽ ഇൻസാൻ. എന്താ അങ്ങനെ ചോദിക്കാൻ? മാഗ്ഫറഹു എന്ന പ്രയോഗം ഒരു അത്ഭുതം, തഅജ്ജുബിൻ്റെ സുയ എന്നാ പറയാം. അത്ഭുതം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. മാ അക്ഫറഹു. എങ്ങനെയാ മനുഷ്യനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ മനുഷ്യനൊരു ഹംദ് പറയാതെ ജീവിക്കാൻ പറ്റുന്നത്? ഇതാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. ഇപ്പം എന്തിനാ മനുഷ്യൻ നന്ദി പറയേണ്ടത്? ഖുർആൻ ഉത്തരം പറയുകയാണേ, മിൻ അയ്യി ശൈഇൻ ഖലഖഹു. ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ചോദ്യം നിങ്ങൾ ആൻസർ പറയണമെന്നല്ല, മറിച്ച് നമ്മൾ പറയാൻ സ്കൂളിനെ പറ്റി നല്ല അഭിപ്രായം, അടിപൊളി, എല്ലാം ഗംഭീരം. അപ്പം നമ്മൾ എന്തൊരു നല്ലത്, എന്തോ ആ സ്കൂളിൻ്റെ വിശേഷങ്ങൾ, എൻ്റെ അർത്ഥങ്ങൾ എന്തോ പറയണമെന്നാ? അല്ല. മിൻ അയ്യി ശൈഇൻ ഖലഖഹു.
ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അപ്പോൾ മനുഷ്യൻ നന്ദി പറയേണ്ട പോയിന്റുകളാണ് ഖുർആൻ എണ്ണുന്നത്. മിൻ അയ്യി ശൈഇൻ ഖലഖഹു, എന്നിട്ട് ആൻസറും പറയാം. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. മിൻ നുത്ഫത്തിൻ. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ ഒരു തവണ പുറപ്പെടുന്ന ശുക്ലത്തിൽ, മനിയിൽ 50 കോടി ബീജമുണ്ട്. തെറ്റിപ്പറഞ്ഞതല്ല, ശരിക്കും 50 കോടി ബീജമുണ്ട്. അതിലെ ഒരു നുത്ഫത്ത്, ഒന്ന് മതി ഒരു മനുഷ്യനുണ്ടാകാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തലമുടി എടുത്തിട്ട് അതിൻ്റെ വീതി, ആ വീതിയെ നിങ്ങൾ 600 ഭാഗിച്ചു. എന്നാൽ അതിൽ ഒന്ന് എത്ര ചെറുതാ? അത്രയും ചെറുതാണ് ഒരു നുത്ഫത്ത്. ഈ ഒരു നുത്ഫത്ത് മതി ഒരു മനുഷ്യന്റെ നിർമ്മാണത്തിൽ. ഇതാണ് മിൻ നുത്ഫത്തിൻ ഖലഖഹു, സൃഷ്ടിച്ചു എന്ന് പറയാതെ നിർത്താതെ ഫഖദ്ദറഹു. എന്നിട്ട് എന്തുണ്ടാക്കിയെന്നറിയോ? മനുഷ്യനിൽ അവിടെ ഒരു തഖ്ദീർ, ഡിസൈനിങ്. എന്താണ് ഈ ഡിസൈനിങ്? ഒരു കോശം, ഈ ഒരു കോശം എന്ന് പറയുന്നത് 23 ജോഡി 46 ക്രോമസോമുകൾ, അതിൻ്റെ എൻസൈമുകളോടുകൂടെ സെറ്റ് ചെയ്തതാണ് ഒരു കോശം. ഈ ഒരു കോശത്തിൽ ഈ ബീജത്തിൻ്റെ ഉടമയായ മനുഷ്യൻ, അയാളുടെ 4 തലമുറ, ഉമ്മ, വല്യുമ്മ, അവരുമ്മ, അവരുമ്മ, ഉപ്പ, വലിയുപ്പ, അവരുപ്പ, അവരെയുപ്പ, ഇവരിൽ ഉള്ള ഈ സവിശേഷതകളെല്ലാം ഇവിടെയുണ്ട്. നിറം, അതുപോലെ ഷെയ്പ്പ്, വലുപ്പം, അവർ കുള്ളനാണോ, നീളമുള്ള ആളാണോ, തടിയുള്ള ആളാണോ, അങ്ങനെ തുടങ്ങി ഈ 4 തലമുറയിലെ ഇതെല്ലാം എന്തിലുണ്ട്? ഈ ഒന്നിലുണ്ട്. ഇതാണ് ഫഖദ്ദറഹു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? മനുഷ്യൻ മാഗ്ഫറഹു. എങ്ങനെയാണ് മനുഷ്യന് ഒരു ഹംദ് പറയാതിരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അത്രയേറെ ഗ്രാറ്റിറ്റ്യൂഡ് ഫുൾ ആയിരിക്കണം, ഹംദ് നിറഞ്ഞതായിരിക്കണം ലൈഫ്. ഇവിടുന്നാണ് മനുഷ്യന് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇവിടുന്നാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് ആരംഭിച്ചാൽ നിങ്ങൾക്ക് പ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ അഡോളസൻസ് പീരീഡിൽ, അഡോളസൻസ് നല്ല പ്രായമാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ ഒറ്റ സംഭവം പറയാം. ഒരാഴ്ചക്കുള്ളിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന്, റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കുട്ടിയെ പുറത്താക്കി. +2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടീനെയും കൊണ്ട് രക്ഷിതാവ്, 2 മാതാവും പിതാവും വരികയാണ്. അങ്ങനെ ഇവർ പറഞ്ഞു, ഒരാൾ അധ്യാപകനാണ്, മറ്റേ ആളും അത്യാവശ്യം നല്ല വിവരമുള്ള ആളാണ്. അതായത് മാതാപിതാക്കളിൽ ഒരാൾ അധ്യാപകരാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇവനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്, ഇവൻ ഇനി എവിടെ പോകുന്നില്ല എന്ന് ഷാഢ്യം പിടിക്കുകയും ചെയ്യണം. ഇനി എന്താ ചെയ്യുക? പുറത്താക്കിയ ടീമാണെങ്കിൽ അവർ പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം, കുറച്ച് ദിവസമായി വന്നാൽ മതി, നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു മസലത്താക്കിയിട്ട് എടുക്കാം. ഇപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഒഴിവാക്കിയത്. അപ്പോൾ ഞാൻ അവരെ 2 പേരെയും കണ്ടു, കുട്ടീനെ കണ്ടു, രക്ഷിതാവിനെയൊക്കെ മാറി മാറി കണ്ടു. ഞാൻ അവരോട് പറഞ്ഞു, കുട്ടീൻ്റെ പ്രശ്നം മാറ്റിത്തരാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ കുട്ടിയോട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരാഴ്ച നല്ല രീതിയിൽ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കണം. കുട്ടിയെ ആദരിക്കുന്നതല്ലാത്ത ഒറ്റ പദവും നിങ്ങൾ പറയരുത്. എന്ന് പറഞ്ഞാൽ, മോനെ റഷീദ, നീ നിസ്കരിക്ക്, ഇത് ആദരിക്കലാണോ? ഇപ്പോൾ പറയരുത്. നീ പല്ല് വെച്ചിട്ടുണ്ടോ, അത് ആദരിക്കലാണോ? ചോദിക്കരുത്. അവർക്ക് റെസ്പെക്റ്റ് തോന്നാത്ത ഒന്നും ചെയ്യരുത്. ചെയ്യാം. 3 ദിവസത്തിൽ 1 തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ്റെ കൂടെ ഒന്നിച്ചിരുന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോഴും കുറ്റപ്പെടുത്തരുത്. നിസ്കരിക്കാൻ പറയണ്ട, നോമ്പ് വിൽക്കാൻ പറയണ്ട, ഹജ്ജ് ചെയ്യാൻ പറയണ്ട, സക്കാത്ത് കൊടുക്കാൻ ഒരു സംഗതി നിങ്ങൾ പറയണ്ട. അങ്ങനെ അവരൊക്കെ കേട്ടു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പലപ്പോഴും സെൻറ്ററുകളിൽ ലീഡേഴ്സ് പലരും ഉണ്ടാകുക, അവരാണ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു മെസ്സേജ്, സതെ എനിക്ക് നിങ്ങളെ കാണണം,
നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച തിരൂരിലുണ്ടാവോ? ഞാൻ പറഞ്ഞു, എന്താ വിഷയം? ഞാൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പ്രയാസവും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അന്ന്. എന്താ വിഷയം? എന്നോട് പറഞ്ഞു, എനിക്ക് കുറേ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത്രയും കാലം എൻ്റെ കുറ്റം കൊണ്ടാണ് ഇവർ നിസ്കരിക്കാത്തതെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. +2 മാത്രമല്ല എൻ്റെ മോന് ഇവൻ ഒരുത്തൻ +2 പഠിക്കുന്നതുണ്ട്, മറ്റൊന്ന് 9ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പം എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. ഞാൻ പറച്ചിൽ നിർത്തിയപ്പോൾ നിസ്കാരമൊക്കെ ക്ലിയറാണ്, എല്ലാ കാര്യവും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സംഗതി എൻ്റെ അടുത്തായിരുന്നു കുഴപ്പം. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞൊരു തമാശയാണെങ്കിലും എനിക്ക് ഓർമ്മയായ വല്ലാത്തൊരു തമാശ ഉണ്ടപ്പോൾ. ഞാനൊരിക്കൽ തമാശകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വാങ്ങിയതല്ല, ഈ പുസ്തകം വാങ്ങാൻ വേണ്ടിയത്തെ കയറിയപ്പോൾ ഇങ്ങനെ വായിച്ചു. ഇതെന്ത് ഈ തമാശ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുറന്നപ്പോൾ ആദ്യം കണ്ടൊരു തമാശയാണ്. എനിക്ക് ഭയങ്കര ഫിറ്റായിട്ട് തോന്നിയൊരു തമാശ ഇപ്പോൾ ഓർമ്മയായത്. എന്താ പറയുക, ഒരു ഭർത്താവ് ഭാര്യ ബാത്റൂമിൽ വഴുതി വീണപ്പോൾ അയാളെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ നോക്കി, ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആകെ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ സർജറിക്ക് 90 ചിലവായിട്ടുണ്ട്, 90,000 റുപ്യ. ഇതിപ്പോൾ ഇനിയും കൂടുമോ? അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ മുഖത്തോട് ഇങ്ങനെ നോക്കി. നോക്കിയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അയാളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ. ഡോക്ടർ പറഞ്ഞൊരു 300 റുപ്യ ചിലവാകും. അപ്പോൾ ഇയാൾ വേഗം പോക്കറ്റിൽ നിന്ന് കൈ ഇട്ടിട്ട് 600 റുപ്യ എടുത്ത് മേശപ്പുറത്ത് വെച്ച്. ഇയാൾ പറഞ്ഞു, വേഗം ചെയ്തോ, പക്ഷെ ഒരു കാര്യം കൂടി ചെയ്താൽ മതി, രണ്ടും കൂടി കൂട്ടിയിട്ടങ്ങ് തുന്നിയേക്കുന്നു. കാരണം എന്നാൽ പിന്നെ എല്ലാം സമാധാനമാവും. ഇതാണ് എനിക്ക് ഓർമ്മയായത്. കാരണം ഈ സഹോദരി പറയാ, ഞാൻ സംസാരിക്കാതിരുന്നപ്പോൾ എല്ലാവരും നിസ്കാരവും ശരിയായി. ഇപ്പോൾ +2 പ്രശ്നത്തിന് മാത്രം വന്നത്, പക്ഷെ വന്ന പ്രശ്നം എല്ലാവരും തീർന്നു. എവിടെയാ വിഷയം? നാം മക്കളോട് ഒരു ദിവസം സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാക്കുകളും അവസരങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കണം. എല്ലാം കൂടി കണക്കൂട്ടി നോക്കിയാൽ കൊട്ടക്കണക്കിന് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും. മടുപ്പിക്കൽസ് പരിപാടിയായിരിക്കും. ആദ്യം നമ്മുടെ ആക്ഷേപങ്ങൾക്ക് പകരം പരസ്പരം അവരെ റെസ്പെക്റ്റ് ചെയ്ത് ശീലിക്കണം. ഇത് കുട്ടിക്കാലത്തെ നല്ലതാണ്. ഇതിൻ്റെ അർത്ഥം, ഞാനൊരിക്കൽ തൃശ്ശൂരിൽ ഇതുപോലത്തെ ഒരു സെഷൻ ഇങ്ങനെ റബീഉൽ അവ്വലിൻ്റെ പരിപാടിക്ക് അനുവദിച്ച് ഇങ്ങനെ സംഘടിപ്പിച്ചിരുന്നു. അവിടുന്ന് സംസാരിച്ചപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡായ ഒരു ലേഡി അവനക്കൊരു എഴുത്ത് തന്നു. ഈ സദസ്സിൽ ഭൂരിഭാഗം രക്ഷിതാക്കളും വളരെ ഫ്രണ്ട്ലി ഡീൽ ചെയ്യുന്നവരാണ്, മിങ്കിൾ ചെയ്യുന്നവരാണ്, വളരെ സൗഹൃദപരമായി സംസാരിക്കുന്നവരാണ്. പക്ഷേ കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഒട്ടുമില്ല, വളരെ കുഴപ്പത്തില്ല. ഇതിനെന്താ പരിഹാരം? അവിടെ ശ്രദ്ധേയമായൊരു വശമുണ്ട്. നാം സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തിന്മ കണ്ടാലും അനുസരിക്കുക, അംഗീകരിക്കുക എന്ന അർത്ഥം വെക്കരുത്. നമുക്ക് മക്കളോട് നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന സമയം തന്നെ തിന്മയോട് നോ പറയാനുള്ള ശേഷിയുണ്ടാകണം. ഒരു ഹറാമായൊരു വിഷയം മുന്നിൽ വരുമ്പോൾ, മോളെ ഇത് ഹറാമാണ്, ഉപ്പ അല്ലെ ഉമ്മ കൂടെ ഉണ്ടാകൂല എന്ന് പറയാൻ പറ്റണം. ഇത് കുഞ്ഞുനാളിലേ ശീലിക്കണം. അത് എവിടെ നിന്ന് തുടങ്ങണം? മൊബൈലിൽ തുടങ്ങണം. ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ മൊബൈൽ കൊടുത്ത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മൊബൈൽ കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ? ഇല്ല. എന്താ, എവിടെയാ കുഴപ്പം വരിക? നമ്മൾ രാവിലെ 8 മണിക്കാണ് നാസ കഴിക്കുന്നത്. കുട്ടിക്ക് രാവിലെ 8 മണിക്ക് നാസ വേണ്ട. അപ്പോൾ രാവിലെ നാസ കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു ഇപ്പോൾ വേണ്ടാന്ന്. നമ്മളെല്ലാം കൂടി പാത്രമൊക്കെ എടുത്തു വെച്ച് അടിച്ചു വരാൻ ഇറങ്ങുമ്പോഴാണ് കുട്ടി പറയുന്നത് ഉമ്മാ വിശക്കുന്നതെന്ന്. അപ്പോൾ ഇത് രണ്ടാമത് എടുത്തു കൊടുക്കാൻ വയ്യ. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ കുത്തിയം കയറ്റി കൊടുക്കുക. അതിനെന്താ മാർഗം? അതിന് മൊബൈൽ കൊടുത്താൽ പിന്നെ എന്തിനും കുട്ടി റെഡിയാണ്. അപ്പോൾ പിന്നെ മൊബൈലും കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്ന ഉമ്മമാരുണ്ട്. അവിടെ നമ്മൾ ആദ്യം മാറേണ്ടത്, കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നിടത്ത് ഒരിക്കലും കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്. ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് ബേക്കറി ഐറ്റംസ് കൊടുക്കാതിരിക്കുക. 1. 2, ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുക. കുട്ടിക്കാലം മുതലേ ശുദ്ധജലം എപ്പോഴും അവൈലബിൾ ആയിരിക്കണം.
തോന്നുമ്പോൾ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ പകൽ സമയങ്ങളിൽ കുട്ടികൾക്ക് വെള്ളം ലഭ്യമായിരിക്കണം. പിന്നൊന്ന്, മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഉമ്മ നല്ല ആരോഗ്യമുള്ളവളായിരിക്കണം. ആവശ്യമായ ഭക്ഷണം കഴിക്കണം. ഇപ്പം നമ്മളെ ഏരിയയിലൊക്കെ ഈ വടകര ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് വല്ലാതെ ഇറച്ചി തിന്നുന്ന സ്വഭാവം കൂടുതലാന്ന് തോന്നാറുണ്ട്. അത് നല്ലതല്ല. ആവശ്യത്തിന് ഇറച്ചി കഴിക്കണം. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ധാന്യങ്ങൾ, ഇലവർഗം, ഈ ചീര, കസ്, മുരിങ്ങ തുടങ്ങിയ ഇലവർഗങ്ങൾ, ധാന്യങ്ങൾ, ഇറച്ചിയും മത്സ്യവും ആവശ്യത്തിന് മതി. ആഴ്ചയിൽ 2 തവണ, കൂടിയ 3 തവണയൊക്കെ ആവശ്യമുള്ളൂ. അത് ആഴ്ചയിൽ 7 ദിവസവും ഇങ്ങനെ ലിവറൊക്കെ ഇങ്ങനെ അടിച്ചു മാറിയാൽ കുട്ടിക്ക് ദഹനം കുറയും. കുട്ടിയുടെ ആരോഗ്യത്തിന് പ്രതികൂലമായ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ഭക്ഷണത്തിലെ കണ്ടൻറ്റുകൾ ശ്രദ്ധിക്കുകയാണ് ഒന്ന് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ഈ വെള്ളം ആവശ്യത്തിന് കുടിച്ച് ശീലിക്കണം അമ്മമാർ. എന്നാൽ കുട്ടികളുടെ ആരോഗ്യത്തെ അത് പെട്ടെന്ന് അനുകൂലമായി സ്വാധീനിക്കും. ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയോ ചെയ്യരുത്. പിന്നൊന്ന്, ഇപ്പോൾ ഈ രാവിലെ നമ്മൾ നാസ്ത കഴിക്കുമ്പോൾ അവർക്ക് വേണ്ടേ, എന്നാൽ അവർക്ക് വേണ്ട സമയത്ത് അത് ലഭ്യമാക്കണം. അതിൽ മടിക്കരുത്. പിന്നൊന്ന്, ഹോം ഗവേണൻസ് ഒരു വലിയ വിഷയമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിന്ന് ഗൃഹഭരണം എന്ന ഒരു പെയ്ഡായിട്ട് നടന്ന ഒരു സെഷൻ്റെ വീഡിയോ നിങ്ങൾക്കതിൽ കാണാം. പറ്റുമെങ്കിൽ നിങ്ങൾ കാണണമെന്ന് തന്നെ ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അത്രയും ശ്രദ്ധേയമായൊരു ഭാഗമാണ് ഗൃഹഭരണം. ഗൃഹഭരണം നേരെയല്ലെങ്കിൽ മൊത്തത്തിൽ അൽക്കുൽത്താകും നമ്മുടെ വീടും പരിസരവും. ഗൃഹഭരണം നമുക്ക് സന്തോഷകരമായി ഫീൽ ചെയ്യണം, അനുഭവപ്പെടണം. മറ്റൊന്ന്, ഈ ഗൃഹഭരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു രാവിലെ നാസ്ത കഴിച്ചു. നാസ്ത എത്ര മണിക്കാണ് കഴിക്കുന്നത്? ഒരു 8 മണിക്ക് 9 മണിക്കാണ് കഴിക്കുന്നത്. ആ സമയത്ത് 10 പ്ലേറ്റ് ഉണ്ട്. 5 ആളുണ്ടെങ്കിൽ ഒരു 5-10 പ്ലേറ്റ് ഉണ്ടാകും. ഈ പ്ലേറ്റ് അപ്പം കഴിയുകയാണെങ്കിൽ ഒരു പ്ലേറ്റ് കഴിക്കാൻ 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡൊക്കെ വേണ്ടു. 10 പ്ലേറ്റും കഴുകാൻ ഒരു മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റൊക്കെ വേണ്ടു. എന്നാൽ ഇതൊരു 11 മണിയായി നമ്മൾ ചോറിൻ്റെ അരി വെള്ളത്തിലിടുമ്പോൾ അപ്പോഴാണ് കഴുകുന്നതെങ്കിൽ 10, 3, 4, 5 മിനിറ്റ് കൊണ്ട് കഴുകേണ്ട സാധനം 1/2-3 മണിക്കൂർ കഴുകും. അപ്പം എന്താ സംഭവിക്കുകയെന്നറിയോ? കുട്ടിയോടുണ്ടാവും വെറുപ്പ് പിടിക്കുന്നത്, വീട്ടിലെ കോയിനോടുണ്ടാവും വെറുപ്പ് പിടിക്കുന്നത്, അപ്പടങ്ങാനും കിടന്ന പൂച്ചനോടടക്കം വെറുപ്പ് പിടിക്കുന്നുണ്ടാവും. എന്തേ കാര്യം? ഈ ബേസിൻ്റെ അടുത്ത് നിന്ന് കുനിയുമ്പോൾ ഈ കുനിച്ചിലിനൊരു പ്രശ്നമുണ്ട്. അതായത് ചെറിയൊരു ഡിഗ്രിയിലുള്ള കുനിച്ചിലേ ഉണ്ടാവുള്ളൂ. ആ വളവിൽ ലംബാർ, സ്പൈനൽ കോഡലിലെ ലാസ്റ്റത്തെ സെറ്ററാണ് ലംബാർ. 5 സെറ്റ്. ഈ 5 സെറ്റിൽ പെട്ടെന്ന് നീര് വരും, നല്ല വേദന വരും. വേദന വന്നാൽ, ഇനി വന്നിട്ടില്ലെങ്കിലും, ലംബാറിന് ശേഷം സിയാറ്റിക്ക അഥവാ കാലിലേക്ക് ഇറങ്ങുന്ന ജംഗ്ഷൻ, ഈ ജംഗ്ഷനിൽ ബ്ലോക്ക് വരും. ബ്ലോക്ക് വന്നാൽ കാലിൻ്റെ ഞരമ്പുകളിൽ ഉള്ള രക്തോട്ടത്തെ അത് പ്രതികൂലമായി സ്വാധീനിക്കും. അപ്പോൾ കാലിന് കടച്ചിലും കാലിൽ ഈ ഞരമ്പ് തടിക്കലൊക്കെ വേഗം വരും. അതിൽ തന്നെയുള്ള ബ്ലഡ് വെസൽസ് ഇൻ ആൻഡ് ഔട്ട് അത് കേടായാൽ അത് ചിലപ്പോൾ എന്തായി മാറാൻ ചാൻസ് ഉണ്ട്? വെരിക്കോസ് വെയിൻ ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഗൃഹഭരണത്തിലെ മെൻറ്റാലിറ്റി മാറിയാൽ. അതേസമയം കഴിച്ച ഉടനെ 10 പ്ലേറ്റ് കഴുകാൻ ചെറിയ സെക്കൻഡേ വേണ്ടുള്ളൂ, വേഗം കഴിയും. അങ്ങനെയാണ്, കുറഞ്ഞ സമയം മതി. അതിൽ ബാക്ടീരിയ വരൂല. അതേ സാധനം ഒരു 2-3 മണിക്കൂർ വന്നാൽ ബാഡ് ബാക്ടീരിയാസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. കഴുകൽ ഒന്ന് ശ്രദ്ധ കുറഞ്ഞാൽ പ്ലേറ്റിൻ്റെ ജംഗ്ഷനുകളിൽ, ഗ്ലാസിൻ്റെ ജംഗ്ഷനുകളിൽ ഓരോ കോണിലും ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴുകുമ്പോൾ അത് പെട്ടെന്ന് ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. അസുഖങ്ങൾ കൂടാൻ അത് മതിയാകും. അപ്പോൾ അത് ആരോഗ്യത്തെയും മൈൻഡിനെയൊക്കെ പ്രതികൂലമാകും ഈ മൈൻഡ് സെറ്റ് പോയാൽ. അതേസമയത്ത് ഗൃഹഭരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സെറ്റായാൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. 10 കഴിട്ട് കഴിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കഴുകേണ്ടത് ഉച്ചക്ക് കഴുകാമെന്ന് വിചാരിക്കും, ഉച്ചക്കത്തെ വിചാരിക്കും വൈകുന്നേരം കഴുകാമെന്ന്. അത് മതി പ്രശ്നമാകാൻ. എടുക്കുന്ന ജോലികൾ, ഇപ്പം ചിലരൊക്കെ മുറ്റടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വീടടിച്ചു വരികയാണെങ്കിൽ അതൊരു പണി തന്നെ ആയിരിക്കും.
അതായത് ഡൈനിങ് ഹാൾ അടിച്ചു വാരി അടുത്ത ബെഡ്റൂം അടിച്ചു വരുന്നതിൻ്റെ മുമ്പ് ഒരു 3 വട്ടം മൊബൈൽ നോക്കിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നാം ഈ കാഴ്ചപ്പാട് റെഡിയില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് പ്രതിഫലം കിട്ടുന്നൊരു സൽക്രമമാണ്. ഒരു ഗൃഹഭരണം എന്നത് വലിയൊരു സ്കില്ലാണ്, അത് വലിയൊരു പ്രൊഫഷനാണ്. ഒരുപാട് സ്കില്ലുകൾ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനാണ് ഗൃഹഭരണം. അതിൽ വീട് ഭംഗിയാകുക, വീട് വൃത്തിയാവുക, വീട് എല്ലാ അർത്ഥത്തിലും സൗകര്യമുള്ളതാവുക, ഈ ചിന്ത ഉണ്ടെങ്കിൽ, അത് വലിയ പ്രതിഫലമുള്ളതാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അടിച്ചു വാരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, വേഗം തീരും. ചിലർ അടിച്ചു വാരിയാൽ, ഡൈനിങ് അടിച്ചു വാരിയാൽ അത് അവിടെ കൂട്ടി, മറ്റത് അടിച്ചു വാരിയത് അപ്പുറത്തും കൂട്ടി. ഇതന്നെ മതി ലക്ഷണക്കേടിന്. ഈ മൈൻഡ് സെറ്റ് മാറണം. മൈൻഡ് സെറ്റ് മാറിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മക്കളെ ഭക്ഷണം കഴിപ്പിക്കലോ മറ്റൊന്നിനും പ്രയാസം ഉണ്ടാവില്ല. മക്കൾക്കൊരു ഭക്ഷണം എടുത്തു കൊടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഇത് ഒരു പണി എടുക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ആ വഴിയിലൂടെ ആർക്കും വഴി പോലും പോകാൻ പറ്റൂല. അങ്ങനെയായിരിക്കും ചിലവിടത്തൊക്കെ, ഭയങ്കര ശൂര്യതായിരിക്കും. അതൊക്കെ ഈ പ്രശ്നമുള്ളതുകൊണ്ട്. ഈ പ്രശ്നം ഇല്ലെങ്കിലോ, അതായത് വീട് ഭരണം എന്നതിനെക്കുറിച്ചുള്ള അതൊരു പ്രതിഫലാർഹമാണ് എന്ന ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു സുഖ. ഏതുപോലെ നടക്കണം? നമ്മുടെ കുട്ടികളില്ലേ, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന നിങ്ങൾ കണ്ടു നോക്കണം ഇടയ്ക്കൊക്കെ, നല്ലതാ. എന്താ അറിയാം, ഇപ്പോൾ നമ്മളൊരു നല്ല ചൂടുള്ള ഈ 2:30-3 മണി സമയത്ത് കുട്ടികളൊന്ന് വെയിലിറക്കി നോക്കണം. ഇപ്പം ഞാൻ വരുമ്പോൾ ഞാൻ അവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എന്താ ഒരു ഓട്ടം, സുബ്ഹാനല്ലാഹ്. ആ ഓട്ടം ഞാൻ നേരെ ഓടിയിട്ടുണ്ടെങ്കിൽ അവരങ്ങ് കാസർഗോഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മാതിരി ഓട്ടം. പക്ഷെ അവർക്ക് ആർക്കെങ്കിലും ഈ ഒരു 2 സെഷൻ കഴിഞ്ഞതിന് ശേഷം പടച്ചോനെ ഇന്ന് കുറേ ഓടിയല്ലോ, ടെൻഷൻ ഉണ്ടോ? ഇല്ല. നമ്മളൊരു 2 റൂം അടിച്ചു വാരുമ്പോൾ ഇതുപോലെ തോന്നണം. അഥവാ വീട് വൃത്തിയാക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു മനോഭാവം വേണം. അഥവാ എനിക്കിത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ഈ അടിച്ചു വാരി ഈ കലിപ്പിൽ നിൽക്കുക. അപ്പോഴാണ് ഭർത്താവ് വൈകുന്നേരം വരുന്നത്. അപ്പോൾ കട്ടൻ ചായ വേണം, ഇങ്ങൾക്കൊന്താ ചൂടാവൂലേ വെള്ളം എന്ന് ചോദിക്കുന്നൊരു മൈൻഡ് ഉണ്ടാവും. അതും മതി നിങ്ങളെ എല്ലാ ലൈഫും കൊളാകാൻ. കാരണം എന്താ, ഞാൻ ചെയ്യുന്ന പണി എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള തോന്നലുണ്ടാകും. ഇത് മതി പ്രശ്നമാകാൻ. മറിച്ച് ഈ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ജോലി ആരും അംഗീകരിക്കണ്ട, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ ഒരിക്കലും ഒരു സ്കൂളിലെ ഒരു പാരൻറ്റിങ് സെഷൻ കഴിഞ്ഞിട്ട് ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ, ഈ മൈൻഡ് സെറ്റ് കൂടെ പറഞ്ഞപ്പോൾ ഒരു ലേഡി പറഞ്ഞു, അത് ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞതാ, പക്ഷെ നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരു പരിപാടിയൊന്നും നടക്കുന്നില്ല. വീട്ടിലെത്തി നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, നമ്മളിത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള പണി തീർത്തെടുത്ത് അവസാനം വൈകുന്നേരം വന്നാൽ ഇയാൾ ചോദിക്കും നിനക്കിവിടെ വൈകുന്നേരം വരെ എന്തേലും പണി? ആ ചോദ്യം കേട്ടാണ്ടല്ല പോയോലൊക്കെ അങ്ങ് പോരും. ഇതാണ് പ്രശ്നം. ഇവിടെ എവിടെയാ പ്രശ്നം? പ്രശ്നം നാം ജോലി ചെയ്യുന്നത് നമ്മുടെ സുഖത്തിനും നമ്മുടെ സന്തോഷത്തിനും. ഇതാണ് സൈക്കോളജി. കുറച്ചുകൂടി എളുപ്പമാണ് ഇസ്ലാം. എന്താ? അൽമർഅത്തു റാഇയത്തുൻ അലാ ബൈത്തി സൗജിഹാ. നാം നമ്മുടെ ഗൃഹഭരണം നടത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രൊഫഷനാണ്. ഈ പ്രൊഫഷനാണെന്ന ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴൊക്കെ മനസ്സിന് സുഖമുണ്ടാകും. വലിയ സന്തോഷമുള്ള പ്രതിഫലാർഹമായ അമലാണ്, സ്വാലിഹായ അമലാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അപ്പോഴെല്ലാം സന്തോഷമുണ്ടാകും. ഇത് ഞാൻ വെറുതെ പറയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചില ഭാഗങ്ങൾ കുറച്ചേ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ നേരത്തേത് അടുത്ത ദിവസങ്ങളിലായിട്ട് വരുമ്പോൾ അത് കാണണമെന്ന് കൂടി പറയാം. ഏറ്റവും വലിയ പ്രൊഫഷൻ അത് ഗൃഹഭരണമാണ് ഒരു സ്ത്രീക്ക്. ഇത് ഞാൻ പറയുന്നത് സ്ത്രീകൾ വീട്ടിലിരുന്നോളണം എന്ന് പറയാനുള്ള ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കളഞ്ഞേ. നിങ്ങൾ പുസ്തകം, നല്ല എഡ്യൂക്കേറ്റഡ് ആയ ലേഡീസ് ഉണ്ടല്ലോ, പാരൻസ് ഉണ്ടല്ലോ നമ്മുടെ ഈ രക്ഷിതാക്കളിൽ, ഞാൻ പറയുന്നു നിങ്ങൾ പുസ്തകം വായിക്കും. വെൻ ബ്രീത്ത് ബിക്കംസ് എയർ. പോൾ കാളിനിധി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ, അതേസമയത്ത് US പഠിച്ചു വളർന്ന ഒരു ന്യൂറോളജിസ്റ്റ് ഡോക്ടർ, അവരുടെ വൈഫും അങ്ങനെ തന്നെ, അവർ രണ്ടുപേരും ചേർന്ന് എഴുതി പൂർത്തിയാക്കിയ പുസ്തകമാണത്. എന്തായിരുന്നു ആ പുസ്തകത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നറിയാം? ലോകത്തറിയപ്പെട്ട ന്യൂറോളജിസ്റ്റ് ഡോക്ടർ, അദ്ദേഹം ലങ്സിന് ക്യാൻസർ വന്നിട്ട്
ചികിത്സക്ക് വിധേയമാകുന്ന ഒരു ചുറ്റുപാട് വരുന്നു. അതുവരെ ലോകം കറങ്ങി നടന്ന് ചികിത്സിച്ചിരുന്ന ആള് ഇപ്പൊ രോഗിയായി ചികിത്സക്ക് വിധേയമാകുന്ന അതിദയനീയമായ ഒരു രംഗം. ആ രംഗം അനുഭവിക്കുമ്പോഴാണ് അവർ ഈ പുസ്തകം എഴുതാൻ തയ്യാറാകുന്നത്. കാരണം എന്തിനായിരുന്നു ഞാനൊരു ന്യൂറോളജിസ്റ്റ് ആയത് എന്നതാണ് അവരുടെ ചിന്ത. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു, ചർച്ചകൾ നടത്തി. അവസാനം ഒരു കുഞ്ഞു വേണമെന്ന് തീരുമാനിച്ചു. കുഞ്ഞുണ്ടാകുന്നു രോഗിയായിരിക്കെ. മരിക്കുന്നതിന് മുമ്പ് ഏതാനും ദിവസങ്ങൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്ന സമയം ചിലവഴിക്കുന്ന ഒരു സമയത്ത് ആ ചാപ്റ്ററിൽ അവർ പറഞ്ഞവസാനിപ്പിക്കുകയാണ്, സത്യത്തിൽ ഞാനൊരു ജോബ് സെലക്ട് ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനൊരു ലൈഫിന് വേണ്ടിയായിരുന്നു. ഈ ലൈഫിന് വേണ്ടി ഞാൻ ജോബ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്കിതിനേക്കാൾ എത്രയോ മൂല്യമുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാനൊരു രോഗിയാകുമ്പോഴേക്ക് ഞാൻ വല്ലാത്തൊരു ശൂന്യതയിലാണ് എത്തിപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആദ്യം എനിക്കൊരു പേഴ്സണൽ ലൈഫ് സെറ്റ് ചെയ്തിട്ട് ആ ലൈഫിന് വേണ്ടിയാണ് മറ്റെന്ത് ചെയ്യുന്നതെങ്കിലും അതിനർത്ഥമുണ്ട്. അല്ലാതെ ആ ലൈഫ് ഇല്ലാതെ നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോകുന്ന സമയത്ത് അതൊരു വല്ലാത്തൊരു ഗൗരവമായ ദുരന്തപൂർണമായൊരു ശൂന്യതയാണത്. ഇവിടെ ഒരു സ്ത്രീ എന്ന നിലക്ക് ആദ്യം ഇങ്ങനൊരു ലൈഫ് സെലക്ട് ചെയ്താൽ അപ്പോഴാണ് ഒരു ഫാമിലി ഉണ്ടാകുന്നത്, ഒരു ഹ്യൂമൻ ലൈഫ് ഉണ്ടാകുന്നത്. ആ ലൈഫിന് വേണ്ടിയാണ് ജോബെല്ലാം വേണ്ടത്, ഏത് പ്രൊഫഷനും വേണ്ടത്. എന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സ്ത്രീ അവർ കളക്ടറാണ്. ആ സ്ത്രീ ഒരാൾ കളക്ടർ, ഒരു IAS ആകണമെങ്കിൽ IASൻ്റെ പ്രോസസ്സുകൾ, അതിൻ്റെ പഠന കാലയളവ്, അതിൻ്റെ പരിശീലന കാലയളവ്, ഇതെല്ലാം പഠിച്ചൊരാൾക്ക് മനസ്സിലാകും ആ ഒരാൾക്ക് പേഴ്സണൽ ലൈഫിൻ്റെ ഭാഗമായി മാറ്റിവെക്കാൻ എത്ര സ്പേസ് ഉണ്ടാകും. ആൾക്കാർക്കും മനസ്സിലാവും. ഇത്തരം ഒരു ജോബ് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് പേഴ്സണൽ ലൈഫായിട്ട് സ്വന്തം ഭർത്താവിന്, സ്വന്തം മക്കൾക്ക്, സ്വന്തത്തിന് വേണ്ടി മാറ്റിവെക്കാൻ എവിടെയാ സ്പേസ്? ആലോചിച്ച് നോക്കുങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു IASന് പ്രിപ്പയർ ചെയ്യുന്നൊരു സുഹൃത്ത് എൻ്റെ ട്രെയിനിങ് സെല്ലിൽ ഇതിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ പ്രിപ്പറേഷനിലൂടെ പോകുന്ന സമയത്ത് പിന്നൊരു പേഴ്സണൽ ലൈഫ് എന്ന സ്പേസ് ഇല്ല. അത്രയും പരിശീലനങ്ങൾ കംപ്ലീറ്റ് ചെയ്യും മാത്രമേ ആ പ്രൊഫഷൻ, ആ ജോബ് അത് സെറ്റിലാകുന്നുള്ളൂ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു കുഞ്ഞിന്, ഒരു മനുഷ്യ കുഞ്ഞിന് ഒരു മാതാവ് എന്ന ഒരു ലേബലിൽ, ആ ഒരു പൊസിഷനിൽ ഒരു മനുഷ്യ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രസൻസ് കിട്ടാതിരുന്നാൽ ആ മനുഷ്യ കുഞ്ഞിലുണ്ടാകുന്ന അരാജകത്വം അതിഗൗരവപൂർണമാണ്, ഭയാനകമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതേസമയത്ത് ഇപ്പുറം ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരാൾ ആ സ്ഥാനത്ത് ഒരു ഹൗസ് വൈഫ് ആവുകയാണ്. അവരിലൂടെ ഭർത്താവ്, അവരിലൂടെ അവിടെ വരുന്ന കുഞ്ഞുങ്ങൾ, അവരിലൂടെ ആ വീട്ടിലെ മറ്റ് അംഗങ്ങൾ, അവർക്കുണ്ടാകുന്ന ശാന്തതയും വളർച്ചയും അവരുടെ ഒരു കോൺട്രിബ്യൂഷനും അതെത്ര വലുതാ. നിങ്ങൾ പഠിച്ചു നോക്ക്, APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു വിശാലമായ വലിയൊരു മനുഷ്യൻ, ഇന്ത്യയോളം വലുപ്പം വെച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെ രൂപപ്പെട്ടതാ? അതൊരു പാരന്റിങ്ങിന്റെ ജന്മമാണ്, അതൊരു പാരന്റിന്റെ ക്രിയേഷനാണത്. KR നാരായണൻ എന്ന മലയാളിയായ ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങൾ വായിക്കണം. നിരക്ഷരയായ മാതാവ്, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലൂടെ വളർന്നു വരുന്ന മാതാവ്, ആ മാതാവിൻ്റെ പാരന്റിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് സത്യത്തിൽ അങ്ങനെ ഒരു വലിയ മനുഷ്യൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും എത്തിപ്പെട്ട ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട് നിറച്ച നേതാവ്. ആ ഒരു നേതാവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പരാമർശം പഠിച്ചു നോക്കൂ. റബ്ബത്നി ഉമ്മി, എൻ്റെ ഉമ്മയുടെ പാരന്റിങ് ആണ് എന്നെ ഇത്ര വലുപ്പമാക്കിയിരിക്കുന്നത് എന്നാണ് ഷാഫി ഇമാമിൻ്റെ കാഴ്ചപ്പാട്. ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാം എന്ത് ചെയ്യാൻ. പാരന്റിങ്ങിൽ നമ്മുടെ ഒരു ലൈഫ് എന്ത്, ഒരു ഏരിയ എന്ത് എന്ന് മനസ്സിലാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു അഡോളസൻസായ ഒരു മക്കളോട് സമീപിക്കുമ്പോൾ എന്താ വേണ്ടത്? ഈ പ്രായത്തിൽ കുഴപ്പമൊന്നുമില്ല. ഈ പ്രായത്തിൽ ആകെ വേണ്ടത് എന്താ?
അവരെ അറിഞ്ഞ് അവരെ കൂടെ നിൽക്കാൻ സന്നദ്ധതയുള്ള ഒരു ഉമ്മയുടെ, ഒരു വാപ്പയുടെ സാന്നിധ്യമാണ് വേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാം. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു തല്ലുകേസിൽപ്പെട്ടു. ഈ തല്ലുകേസിൽപ്പെട്ടിട്ട് പോലീസ് കേസിലും പ്രയാസങ്ങളിലുമായി. അതിനുശേഷം കുട്ടിയുടെ മനോനില സമനില തെറ്റിപ്പോയി. അങ്ങനെ സമനില തെറ്റിയിട്ട് സൈക്യാട്രിസ്റ്റ് ഡോക്ടറെ സമീപിച്ചു. മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദിനേന രംഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പാരൻറ്റിൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് ആ കുട്ടിയും കൂട്ടിയിട്ട് എന്നെ സമീപിച്ചു. എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഞാൻ ഈ രക്ഷിതാവിനോട് സംസാരിച്ചു, കുട്ടിയോട് സംസാരിച്ചു. കുട്ടി ഇച്ചിരി ഒന്ന് റിലാക്സ്ഡായി, ഒന്ന് റിക്കവറായി എന്ന് തോന്നിയ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? ഇത് പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ രക്ഷിതാക്കളൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട ഗൗരവമുള്ള മറ്റൊരു മാറ്റർ പറയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നുകയാണ്. എന്താ അറിയോ? കഴിഞ്ഞ ദിവസം ഏതാനും 2-3 ദിവസങ്ങൾക്കിടയിൽ വയനാട്ടിലെ ഏതാനും വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു 10, 13, 14 വയസ്സ് തോന്നിക്കുന്ന ഒരു 9ാം ക്ലാസ്സുകാരാണെന്ന് തോന്നിക്കുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു സഹപാഠിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ അത് പ്രചരിച്ചു. മുഖത്ത് അതിമാരകമായി അതിപ്രഹരശേഷി, വളരെ വലിയ പ്രഹരശേഷിയോടുകൂടെ മുഖത്തും തലയിലും ആവർത്തിച്ചാവർത്തിച്ച് ആ പൊന്നുമോനെ ചേർന്ന് സഹപാഠികളായ 10, 14, 15 വയസ്സുകാർ തോന്നിക്കുന്ന ഈ ആൺമക്കൾ, ചെറുപ്പക്കാർ കൂടിയിട്ട്, കുട്ടികൾ കൂടി ആക്രമിക്കുന്നു. ലോകത്ത് ഒരു ജീവിക്കും ഇതുപോലെ ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു സഹപാഠിയെ ഇത്ര ക്രൂരമായി, ഇനി ആ കുട്ടി ജീവിച്ചിരുന്നാൽ ആ കുട്ടിയുടെ തലയും മുഖഭാഗവും മറ്റ് ശരീരത്തിലെ ഭാഗങ്ങൾ, സെല്ലുകളുടെ അടിസ്ഥാന ഭാഗങ്ങൾ പോലും നശിച്ചു പോകാൻ സാധ്യതയുള്ള രീതിയിൽ അതിക്രൂരമായി മർദ്ദിക്കുന്നു. ചവിട്ടി, മുഖത്തൊക്കെ മാരകമായി ചവിട്ടി ആകെ തരിപ്പണമാക്കുന്ന ഒരു കുട്ടിയെ മുഖവും ശരീരവും തലയൊക്കെ അങ്ങനെ ചോര പുറത്തു വരുന്ന രീതിയിൽ അതിക്രൂരമായി ആക്രമിക്കുന്നു. ഇതിന്ന് വ്യാപകമാണ്. പുറത്തു വരുന്നത്, ആ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ അത് പുറത്തു വരില്ല, സമൂഹം അറിയില്ല. ഇതൊന്ന് വ്യാപകമാണ്. ആരാണ് ഇതിൻ്റെയൊക്കെ പ്രതിയോഗി? ആരാണ്? ഈ നാടിനൊരു ഭരണകൂടമുണ്ടോ? ഈ നാട്ടിൽ ഒരു നിയമ സംവിധാനമുണ്ടോ? ഇത് അനുഭവിക്കേണ്ടത് സത്യത്തിൽ ഏതെങ്കിലും ഒരു നിയമ സംവിധാനത്തിലെ നിയമം ഈ മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ജഡ്ജിയുടെ, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ സമൂഹത്തിലെ ഭരണകൂടങ്ങളിലും നിയമ സംവിധാനങ്ങളിലും ഉന്നതങ്ങളിൽ നിൽക്കുന്നവരുടെ മക്കൾക്ക് ഇത്തരമൊരു ദയനീയമായ രംഗമുണ്ടാകണം. എങ്കിൽ മാത്രമേ ഇവിടെയൊക്കെ ആലോചനകൾ ഉണ്ടാവുകയുള്ളൂ. അവിടെ വലിയൊരു പ്രതിയുണ്ട്. ഇവിടെ ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതി? ഈ ചെറിയ വിദ്യാർത്ഥികൾക്ക്, +1, +2, SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവുമില്ലാതെ സഹപാഠിയെ തല്ലിക്കൊല്ലാൻ ആരാണ് പഠിപ്പിച്ചത്? ആരാണ് പ്രചോദനം നൽകിയത്? തല്ലുമാലയുടെ സിനിമ ഇറക്കുന്ന സമയത്ത് അവർക്കാർക്കും തല്ലുകൊള്ളുന്നില്ല. അവരഭിനയിക്കുകയാണ്. അവർക്ക് ക്യാമറ മൂവ്മെൻറ്റിലൂടെ തല്ലുന്നതും അഭിനയിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ അതിൻ്റെ പേരിൽ തല്ലുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ മക്കളാണ്. അവർക്ക് ഇത് ഷെയർ ചെയ്യാൻ അറിയില്ല. ഇവിടെ ഈ സിനിമ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഇത്തരം സിനിമകൾ പുറത്തിറക്കുന്ന ഈ സിനിമാ സംവിധായകർ, ഈ സിനിമയിൽ അഭിനയിക്കുന്നവർ സമൂഹമധ്യേ വിചാരണ ചെയ്യപ്പെടണം. അവർക്കുണ്ടാകണം ഇത്തരം അനുഭവം. കാരണം ഇതനുഭവിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളുടെ, ഇതനുഭവിക്കുന്ന ഓരോ കുട്ടിയുടെയും പ്രയാസം വളരെ വലുതാണ്. ഇത് സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടണം. ഇതിനെതിരെ സമൂഹത്തിൽ വലിയ വിപ്ലവാത്മകമായ പ്രതിഷേധമുയരണം. അല്ലെങ്കിൽ ഇതിനിയും തുടരും. ഇവിടെ നമ്മുടെ മക്കൾ ഈ യാതനകളും ഈ വലിയ വിഷമങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരും. ഞാനത് പറയട്ടെ. ഞാനതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. എന്താ? ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ പിതാവ് പലപ്പോഴും വിദേശത്ത് നിന്ന് എനിക്ക് ആവശ്യമായ ഫീസ് അയച്ചു തരും, ആവശ്യമായ വാഹനത്തിൻ്റെ ക്യാഷ് അയച്ചു തരും, ഭക്ഷണം കഴിക്കാനുള്ള ക്യാഷും എൻ്റെ പിതാവ് അയച്ചു തരും.
എൻ്റെ പിതാവ് എന്നോട് വല്ലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, ആകെ മെസ്സേജ് അയച്ചത് ഒറ്റ വിഷയത്തിലാണ്: നിനക്ക് മാർക്കുണ്ടോ? കഴിഞ്ഞ പരീക്ഷയിൽ എത്ര വിഷയത്തിൽ എത്ര മാർക്കുണ്ട്? എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു? ഈ ചോദ്യമല്ലാതെ എപ്പോഴെങ്കിലും എൻ്റെ പിതാവ് എന്നോട്, മോനെ നീ ഹാപ്പിയാണോ? നിനക്ക് സന്തോഷമാണോ? എന്തൊക്കെയാണ് എൻ്റെ മോൻ്റെ വിശേഷങ്ങൾ എന്നെങ്ങാനും എൻ്റെ ലൈഫിൽ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ഗ്യാങ്ങിൽ പെട്ടുപോകുമായിരുന്നില്ല. ഞാൻ എൻ്റെ ഈ ഗ്യാങ്ങിൽ പെട്ടുപോകാനുള്ള ഒരു കാരണം, എനിക്ക് എന്നോട് മോനെ എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുന്ന ഒരു ഉമ്മയോ ഒരു ബാപ്പയോ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ ഈ ദുരന്തത്തിൽപ്പെട്ടതെന്ന് പറയുമ്പോൾ, അപ്പോഴാണ് ഞാൻ പഠിച്ച സൈക്കോളജിയുടെ പ്രാക്ടിക്കൽ ഏരിയ ശരിയാണെന്ന് എനിക്ക് തോന്നിയത്. അഥവാ ഈ അഡോളസൻസുകാർ, അവർ നാളെ കൗമാരത്തിനടിമപ്പെടാതിരിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അവർ നാളെ ഡ്രഗ്സിന് അടിമപ്പെടരുത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണെന്നറിയോ? ഈ ആൺകുട്ടികൾ ഒരു 13 വയസ്സാകുമ്പോഴേക്കും, ഒരു 8ാം ക്ലാസ് ആകുമ്പോഴേക്കെങ്കിലും നിങ്ങൾ അവരോട് ഒരു വ്യക്തിയായി കണ്ട് സംസാരിച്ച് ശീലിക്കണം. ഒരു വ്യക്തിയായി കണ്ട് സംസാരിക്കണം. അവരിലൊരു കുറ്റം കണ്ടാൽ ആ കുറ്റത്തിൻ്റെ പേരിൽ വിചാരണ ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത്. പകരം അവരെ നിങ്ങൾ വിളിച്ചിരുത്തണം. ഭയപ്പെടുത്തുന്നതിന് പകരം ഒരാളായി കണ്ടിട്ട് അവരോട് പറയേണ്ടത്, മോനെ ഞാൻ നിൻ്റെ ഉമ്മയാണ്, നിനക്ക് ലൈഫിൽ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ സപ്പോർട്ട് ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ മോൻ പഠിച്ചുയരണം, എൻ്റെ മോൻ ഉന്നതങ്ങളിൽ എത്തണം, അതിനെപ്പോഴും ഞാൻ സപ്പോർട്ടുണ്ടാകും. ഇങ്ങനെ നിങ്ങൾ ശാന്തമായ ഭാഷയിൽ, ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ വിട്ടുപോകാതെ നിങ്ങൾ നിങ്ങളെ മക്കളോടൊന്ന് പറഞ്ഞു നോക്ക്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരു പഥ്യം വേണം. എന്ന് പറഞ്ഞാൽ രാവിലെ മുതലേ ശല്യം ചെയ്ത് വിളിച്ച്, ശല്യം ചെയ്ത് ആക്ഷേപിച്ച്, പറഞ്ഞ വാക്കുകളിലെല്ലാം കുറ്റപ്പെടുത്തൽ, എന്നിട്ട് ഈ വാക്ക് പറയുന്നതിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. ഈ ചുമരിൽ നിങ്ങൾ പെന്നുകൊണ്ട് ഒരു വര വരച്ചാൽ ആ വര പ്രത്യേകം കാണും. എന്തുകൊണ്ടാണ്? അവിടെ ക്ലീനാണ്, ആ സ്പേസ് അത് ക്ലീനാണ്. അപ്പോൾ അവിടെ വരച്ചാൽ ആ വര കാണാനുണ്ടാകും. അതുകൊണ്ട് തന്നെ മക്കളോട് ഈ പറയുന്നതിന് വല്ല പ്രസക്തിയും വേണമെങ്കിൽ അനാവശ്യമായ കുറ്റപ്പെടുത്തൽ ഉപേക്ഷിക്കണം. അപ്പോൾ സ്വാഭാവിക ഒരു ചോദ്യം ഉണ്ടാവും, ഉസ്താദേ എൻ്റെ മോൻ 8ാം ക്ലാസ്സിലെ പഠിക്കുന്നത്, 10ാം ക്ലാസ്സിലെ പഠിക്കുന്നത്, വിജയിക്കണ്ടേ? രാവിലെ അവനെ വിളിക്കണ്ടേ? ഞാൻ വിളിച്ചാൽ അവൻ അറിയുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ദയവായിട്ട് നിങ്ങൾ വിളി നിർത്തുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവനെ വിളിക്കേണ്ടത് ഇപ്പോഴല്ല. രാവിലെ എഴുന്നേൽക്കാൻ അവനെ വിളിക്കേണ്ടത് വൈകുന്നേരമാണ്. നിങ്ങൾ കരുതരുത്, പണ്ടാരോ പറഞ്ഞിരുന്നു, വേട്ടയാടാൻ പോയപ്പോൾ ഒറ്റ സാധനത്തെയും കാണുന്നില്ല, 2 വെടിവെച്ചിട്ട് പറഞ്ഞിരുന്നു വരുമ്പോൾ കൊണ്ടോട്ടെ. അതുപോലെയല്ല ഇപ്പം ഞാൻ പറഞ്ഞത്. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നാളെ രാവിലെ അവനെ എഴുന്നേൽക്കാൻ ഇന്ന് വൈകുന്നേരം കൂടെ ഇരിക്കണം. അവനോട് ചോദിക്കണം, മോനെ നിനക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്നുണ്ടോ? ഉണ്ട്. എന്നാൽ ഉമ്മ എന്ത് ചെയ്യണം? വിളിക്കണോ? ഉമ്മ എന്ത് ചെയ്യണം? വിളിക്കുകയോ വേണ്ടത്? അതല്ല, വേറെ എന്ത് ചെയ്യണം? രാവിലെ ആ സമയത്ത് നിങ്ങൾ ഇടപെടുകയേ ചെയ്യരുത്. പക്ഷെ ശ്രദ്ധിക്കണം, ഇത് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് കരുതരുത്. സമയമെടുത്ത് റിസൾട്ട് ഉണ്ടാക്കണം. കാരണം രാവിലെ എഴുന്നേൽക്കുക, പഠിക്കുക എന്നൊന്നും ഒറ്റ ദിവസത്തെ പരിപാടിയല്ല, ഒരു വർഷത്തെ പരിപാടിയാണ് മിനിമം. 10ാം ക്ലാസ് വരെ പഠിക്കുന്നൊരു കുട്ടിക്ക് 10 വർഷത്തെ പരിപാടിയാണ്, അല്ലാതെ ഒരു ദിവസത്തെ പരിപാടിയല്ല. അപ്പോൾ ആ ഒരു ശൈലി സെറ്റ് ചെയ്യേണ്ടത്, ആ ശൈലി സ്ഥാപിച്ചെടുക്കേണ്ടത് ഒരു ദിവസത്തെ പ്രോഗ്രാം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇതുപോലെ ചെയ്യണം. എന്നിട്ട് അവർ സ്വയം ചെയ്ത് ശീലിക്കണം. ഒരു ചെറിയ പ്രായം മുതലേ പ്രായാനുസൃതമായി ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് നൽകണം. ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിലെ കുട്ടി, ആ കുട്ടിയുടെ പാഠപുസ്തകങ്ങൾ സ്വന്തം കൈകാര്യം ചെയ്യണം, ഡ്രസ്സ് സ്വന്തം കൈകാര്യം ചെയ്യണം, സ്വന്തം എടുത്തു വെക്കണം. അതുപോലെ അവർ ഉപയോഗിച്ച പുതപ്പും മറ്റ് തലയണയും മറ്റൊക്കെ സ്വന്തം എടുത്തു വെച്ച് ശീലിക്കണം. അതെങ്ങനെ ചെയ്യേണ്ടത്? കൽപ്പിച്ചിട്ടല്ല, മറിച്ച് നാം ചെയ്യേണ്ട ശൈലി ഞാൻ പറയാം. നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തു വെക്കണമെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ മോനോട് ചർച്ച ചെയ്യുന്നു, മോനെ ഇപ്പോൾ 1ാം ക്ലാസ്സുകാരനാണ്,
ഒരു ദിവസം വൈകുന്നേരം ചർച്ച ചെയ്യുന്നു, നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളപ്പോൾ അപ്പം വേറെ പണിയെടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ കേട്ടെന്നിരിക്കും. അത് വേഗം എടുത്തിട്ട് ബാഗിലോ പോക്കറ്റിലോ വെക്കല്ലാതെ അതിന് പ്രതിഷേധിക്കൊന്നും ചെയ്യരുത്. കാരണം അത് നമ്മുടെ കുറ്റമാണ്. അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സമയത്ത് അവനോട് സംസാരിക്കണം. ആ സമയത്ത് നിങ്ങൾ ചോദിക്കണം, മോനെ നിൻ്റെ ഡ്രസ്സ് നീ എടുത്ത് നന്നായിട്ട് അടക്കി ഒതുക്കി വെക്കണം. അതിന് പറ്റിയ സ്പേസ് അവനുണ്ടാകണം. ആ സ്പേസ് നിശ്ചയിച്ചു കൊടുക്കണം, അവിടെ വെക്കണം. അതുപോലെ അവൻ്റെ തലയണ, അവൻ്റെ പുതപ്പ്, അതൊക്കെ അവൻ തന്നെ എടുത്തു വെക്കണം. അങ്ങനെ എടുത്തു വെക്കണം എന്ന് പറയുന്നതിൻ്റെ പുറമെ അത് ചെയ്താൽ അതിനൊരു അംഗീകാരം വേണം. ഈ അംഗീകാരത്തിന് പറ്റിയ ഒരു സിസ്റ്റമാണ് റിവാർഡ് സിസ്റ്റം, പോയിന്റ് സിസ്റ്റം എന്നൊക്കെ പറയും. എന്താ റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സ്റ്റാർ സിസ്റ്റം ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പം നടപ്പിലാക്കാൻ പറ്റിയ ഏർപ്പാടാണ്. വളരെ എളുപ്പം നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. നല്ല ഫലവും ഉണ്ടാകും, നല്ല റിസൾട്ടും ഉണ്ടാകും. എന്താ ചെയ്യേണ്ടത്? ഒരു ചാർട്ട് പേപ്പർ വാങ്ങി ആ ചാർട്ട് പേപ്പറിൽ നമ്മുടെ മക്കളുടെ പേരുകൾ എഴുതി അതിന് നേരെ സ്റ്റാർ ഇടാനുള്ള സ്പേസും ഉണ്ടാക്കുക. ആ സ്പേസിൽ രാവിലെ ഡ്രസ്സുകൾ അടക്കി വെച്ചാൽ അതിനൊരു സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കണം. സ്റ്റാർ ഒട്ടിക്കുന്ന സ്റ്റാർ അതും വാങ്ങാൻ കിട്ടും. ചെറിയ പൈസയേ ഉള്ളൂ. ഒരു 500 സ്റ്റാറൊക്കെ ഒന്നിച്ച് വാങ്ങാൻ ഒരു 50 റുപ്യോ അത്രേ വരുള്ളൂ. ചെറിയ പൈസയേ വരും. അപ്പോൾ ആ സ്റ്റാർ ഓരോ കാര്യം ചെയ്താലും സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കണം. കുളിച്ചാൽ, ബ്രഷ് ചെയ്താൽ, അതുപോലെ നേരത്തെ എഴുന്നേറ്റാൽ, പഠിച്ചാൽ, എഴുതിയാൽ ഓരോന്നിനും വേറെ വേറെ സ്റ്റാർ ചെയ്യണം. പക്ഷേ അതിന് കുറച്ച് മൂല്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് മൂല്യങ്ങൾ? സ്റ്റാറിനെ കുറിച്ച് പോസിറ്റീവ് ലാംഗ്വേജ് മാത്രമേ പറയാവൂ. എന്ന് പറഞ്ഞാൽ ഇത് കുളിച്ചിട്ടില്ലെങ്കിൽ സ്റ്റാർ ഇടൂലേ, ഇങ്ങനെയല്ല പറയേണ്ടത്. ഇത് നെഗറ്റീവ് ലാംഗ്വേജാണ്. എന്താണ് പറയേണ്ടത്? കുളിക്കാൻ വേണ്ടി പറയേണ്ടത് എന്താണ്? കുളിച്ചിട്ട് സ്റ്റാർ ഇടാം. ഇതാണ് നല്ല വാക്ക്. ഈ വാക്കിന് പോലും പ്രസക്തിയുണ്ട്. വാക്ക് മാറിയാൽ കുട്ടിക്ക് മടുപ്പ് വരും. വാക്ക് മാറിയാൽ കുട്ടിക്ക് മടുപ്പ് വരും. ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള ചില അനുഭവങ്ങളിൽ ഒന്നാണ്, ഒരു ദിവസം ഒരു കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി തീരെ മദ്രസയിൽ പോകുന്നില്ല. ഏകദേശം 6 മാസത്തോളമായി. ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകില്ല. അങ്ങനെ നിരന്തരം പരാതി പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയോട്, ഈ കുട്ടിയും രക്ഷിതാവും കൂടിയാണ് വരുന്നത്. ഞാൻ ഈ രക്ഷിതാവിനോട് ചോദിച്ചു, പിന്നെ രക്ഷിതാവ് ഇങ്ങനെ പരാതിക്ക് കുറേ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം, നിങ്ങൾ ഈ കുട്ടി നേരെയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ കാണിച്ചു തരാം. അയാൾ മാറ്റിയിരുത്തി കുട്ടിയെ എൻ്റെ അടുത്ത് ഇരുത്തി. കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് സുബ്ഹി നിസ്കരിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. മദ്രസയിൽ പോകാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. നിനക്ക് കൃത്യമായി മദ്രസയിൽ പോകാൻ, സുബ്ഹി നിസ്കരിക്കാൻ, ഖളാ ആകാതെ നിസ്കരിക്കാൻ നിനക്ക് ഉമ്മ എന്ത് ചെയ്തു തരണം? ഈ കുട്ടി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, വളരെ ചെറിയൊരു സമയത്തെ ആലോചനയ്ക്ക് ശേഷം കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ എൻ്റെ വഴിക്ക് വരാതിരുന്നാൽ മതി, ഞാൻ സ്വന്തം ചെയ്തോളൂ. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോൻ എത്ര സമയം വേണം? അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാഴ്ച വേണം. അപ്പോൾ ഏകദേശം 6 മാസത്തോളമായി ഈ പ്രശ്നം തുടരും. അപ്പം ഞാനൊരു മധ്യസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു, ഒരു 2 ആഴ്ച എടുത്തോട്ടെ. നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിങ്ങൾ 2 ആഴ്ച നിങ്ങൾ ഇടപെടരുത്. 2 ആഴ്ച ഏതായാലും 6 മാസം പോയില്ല, ഇനി ഇതും കൂടെ പോട്ടെ, സാരമില്ല എന്ന് വെക്കാലോ. അപ്പോൾ 2 ആഴ്ച തീരുമാനിച്ചു. അങ്ങനെ 1ാമത്തെ ദിവസം, ഉദാഹരണത്തിന് ഇന്നൊരു രാവിലെ 11 മണിക്കാണ് തീരുമാനിച്ചതെന്ന് സങ്കല്പിക്കുക. നാളെ ഒരു 8 മണിയായ സമയം. ആ ഒരു 8 മണിക്കുണ്ട് ഞാനൊരു എന്തോ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരേ നമ്പറിൽ നിന്ന് ആവർത്തിച്ച് മിസ് കോൾ വരുന്നു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആരാന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഉസ്താദെ ഇന്നലെ വന്ന ആളാ. എന്തേ? ഞാൻ എൻ്റെ മോനെ ഇതുവരെയായിട്ടോ മദ്രസയിലേക്ക് പോകാൻ എഴുന്നേറ്റിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? കാരണം ഞാൻ അവരോട് പറഞ്ഞത് അടുത്തൊരാഴ്ച നിങ്ങൾ ആ ബൈക്ക് പോകണ്ടെന്നാ, കുട്ടിയെ വിളിക്കരുതെന്നാ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കുറേ സമയമായി അവനെ വിളിക്കുന്നു. ഇതാണ് വിഷയം. സത്യത്തിൽ ഈ കുട്ടിയെ ഒന്നും ചെയ്യാതിരുന്നാൽ കൂടിയാൽ ഒരു ദിവസം, അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചെറിയ 5ാം ക്ലാസ് പഠിക്കുന്ന മോളുണ്ട്, ഉമ്മ ഗൾഫ് പോവുകയാണ്. ഈ മോളാണ് നാട്ടിലുള്ളത്. ഈ മോള് കറക്റ്റ് മദ്രസയിൽ പോകണം. മദ്രസ എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ് മദ്രസ. അപ്പോൾ കറക്റ്റ് 6 മണിക്ക് മദ്രസയിൽ പോകാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ഇതുപോലെ കുട്ടിയോട് സംസാരിച്ച് കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. വീട്ടിലുള്ളത് മകൻ്റെ ഭാര്യയാണ്, ഈ സിസ്റ്റമല്ല. അപ്പോൾ ഈ മകൻ്റെ ഭാര്യ, മകനാണ് എന്നെ വിളിക്കുന്നത്, ഉസ്താദേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്,
ഇവൾ മദ്രസയിൽ പോയിട്ടില്ലെങ്കിൽ അതായിരിക്കും വീട്ടിലെ വലിയ പ്രശ്നം. എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി, കുട്ടി ചെയ്തോളും. അങ്ങനെ പിറ്റേ ദിവസം ഈ മകൻ്റെ ഭാര്യയോട് നേരത്തെ സുബഹിസ്കരിച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ കുട്ടിയെ വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അന്ന് കുട്ടി മദ്രസയിൽ പോകാതിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇന്നിങ്ങനെയുള്ളത്. പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, അടുത്ത ദിവസവും നോക്കുക. രണ്ടാമത്തെ ദിവസവും ഇവർ കാര്യമായിട്ട് നേരത്തെ എഴുന്നേറ്റ് കുട്ടിക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി 5:30 എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടി നേരത്തെ എഴുന്നേറ്റ് സുബഹിസ്കരിച്ച് ഈ ചായ ഉണ്ടാക്കി കുടിച്ച് മദ്രസയിലേക്ക് പോകാൻ വേണ്ടി പുറത്തു പോയി. എവിടെ? ഈ നമ്മളെ വരാന്തയിൽ ഇരിക്കുക, കാത്തിരിക്കുക. എന്തിന്? മദ്രസയിലേക്ക് പോകാൻ. ഇതാണ് കുട്ടിയുടെ പ്രകൃതം. പക്ഷേ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം. കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുകയും ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്ത് ശീലിച്ചാൽ വളരെ ചെറിയ സമയം കൊണ്ട് കുട്ടികൾ ഉയരങ്ങളിലേക്കെത്തും, കുട്ടികൾ കാര്യങ്ങൾ ചെയ്യും. അഡോളസെൻസുകാർ ഒരു 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള മക്കളോട് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുത്ത് ശീലിക്കണം. പെൺകുട്ടികളോടാണെങ്കിലും ആൺകുട്ടികളോടാണെങ്കിലും ഒക്കെ ഈ നിലപാട് രക്ഷിതാക്കൾ സ്വീകരിച്ച് ശീലിക്കണം. വീട്ടുജോലികൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതിന് പകരം ആസ്വദിച്ച് ചെയ്യാൻ അവസരം കൊടുക്കണം. ചെയ്താൽ അംഗീകാരം കൊടുക്കണം, ചെയ്താൽ ശ്രദ്ധിക്കണം. അംഗീകാരം എന്നൊക്കെ പറഞ്ഞാൽ ക്യാഷ് കൊടുത്ത് ശീലിക്കരുത്. അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. അവർ തന്നെ കാര്യങ്ങൾ സ്വയം ചെയ്യണം. നിർബന്ധിക്കലുകൾക്ക് പകരം അവർ സ്വയം ചെയ്യാൻ അവസരങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അംഗീകാരം നൽകുകയുമാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അഡോളസൻസുകാരായ കൗമാരക്കാരായ മക്കളെ നാം വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ചെറിയ തെറ്റുകൾക്ക് പോലും നാം ശിക്ഷാമുറകൾ കഠിനമായ മേഖലയിലേക്ക് പോയി ശീലിക്കരുത്, വഷളാക്കി ശീലിക്കരുത്. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ, ആ മകൾ ഒരു 13 വയസ്സുള്ള മോന്, ഞാനൊരു അനുഭവത്തിലൂടെ പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, അല്ലാതെ പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു ദിവസം ഒരു ലേഡീസ് സെഷൻ നടക്കുമ്പോൾ ഒരു സഹോദരി ഇവർ പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഒരു അനുജത്തിയുണ്ട്, 7ാം ക്ലാസ് പഠിക്കുന്ന അനുജത്തിയാണ്. അവൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അതെന്നെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവൾ സാധാരണഗതിയിൽ ഞാനുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുകയും ഞാനായിട്ടൊക്കെ വളരെ സൗഹൃദത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് അതൊന്നുമില്ല. പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം, ഉമ്മയോടൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുക, പഠിക്കുന്നത് തന്നെ കുറേ പുസ്തകമായിട്ട് ഇരിക്കുക എന്നല്ലാതെ പഠനമൊന്നും ഒരു ആക്റ്റീവ് മോഡല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉമ്മയുടെ ഫോൺ എടുത്തു നോക്കുമ്പോൾ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാം എവിടെയും കാണാനില്ല. ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ മെസ്സേജസ് വരുന്ന അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് കാണുന്നുണ്ട്, പക്ഷേ എവിടെയാണ് ഇൻസ്റ്റഗ്രാം കാണുന്നില്ല. അങ്ങനെ ഞാനൊരു 2 ദിവസം എടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പഠിച്ചു. ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് ഹൈഡ് ചെയ്യുക, ഹൈഡ് ചെയ്താൽ എങ്ങനെയാണ് കണ്ടെത്തുക, അതെല്ലാം കൂടി പഠിച്ചു. ഞാൻ കണ്ടെത്തി. നോക്കുമ്പോൾ 7ാം ക്ലാസ്സുകാരനായ ഒരു ആൺകുട്ടിയുമായി ഈ കുട്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയുടെ ഫോണിലെ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ട്. പുതിയ കാലത്ത് ഒരു 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ടോ? അതേതിന് സമാനമാണ്? ഒരു കുട്ടി, ഒരു മനുഷ്യൻ, അയാൾ മുംബൈയിൽ പോയതിപ്പോൾ അയാൾ പറയാൻ ഞാൻ റെഡ് സ്ട്രീറ്റിൽ പോയിട്ട് വരട്ടെ എന്ന് പറയുകയാണ്. അയാൾ പോയി വന്നു. എന്നാൽ അവിടെ എന്ത് അസാംഗത്യമുണ്ടോ, സെയിം ആ അസാംഗത്യം, ഒരു നെഗറ്റീവ് എവിടെയുണ്ട്? ഈ ഏജിലുള്ള വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതിലുണ്ട്. നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമാണത്. ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല, ഞാൻ മാറ്ററിലൂടെ വരാം. അപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്തു? ഇത് നോക്കി ഈ കുട്ടിയോട് സംസാരിച്ചു. മോളെ, നിനക്ക് ഇവനെ പരിചയമുണ്ടോ? അപ്പോൾ കുട്ടി ആകെ ഒന്ന് വേർത്തു, ഒന്ന് നിഷേധിച്ചു, ആകെ ഒന്നൊന്ന് റൂട്ട് മാറി. അങ്ങനെ റൂട്ട് മാറിയ സമയത്ത് ഇവിടെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു. അവസാനം എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ റൂട്ട് പറഞ്ഞു കൊടുത്തു. റൂട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കുട്ടി ഓപ്പണായപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അത് അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വിവാഹം അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ എന്തർത്ഥമാണോ ഉള്ളത്, സെയിം ഇതുപോലെ അവൻ ഇവളോട് എന്ത് ചെയ്യാണ്? റിക്വസ്റ്റ് നടത്തുകയാണ്. എവിടെ? 7ാം ക്ലാസ്സുകാരനായ കുട്ടിയാണ് 7ാം ക്ലാസ്സുകാരനായ
ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് ഇതുപോലെ റിക്വസ്റ്റ് നടത്തുന്നു, റിലേഷൻ ബന്ധം സ്ഥാപിക്കുന്നു. ഇവിടെ എൻ്റെ മാറ്റർ എവിടെയാ പരിഹാരം? 7ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 12 വയസ്സ്. ഈ 12 വയസ്സാകുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടി പ്രത്യേകമായി എനിക്ക് നിന്നോടൊരു ബന്ധത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഉമ്മയുടെ മുമ്പിൽ മറച്ചു വെക്കേണ്ട ഒരാവശ്യമുണ്ടെങ്കിൽ ആ ഉമ്മക്ക് സംതിങ് റോങ്, അവിടെ പിഴച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഗൗരവത്തിൽ ഒരു 2-3 ഐഡർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് ഇപ്പം ഞാൻ പറയുന്നത്. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ് ഇപ്പം ഞാൻ പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ബന്ധം തോന്നിയാൽ അത് ഉമ്മയോട് പറയാൻ പറ്റണം. ഇനി പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്, പടച്ചോനെ, കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ പഠിക്കുന്നൊരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയുടെ ഉമ്മ കുട്ടിയെയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. ഉമ്മ എന്നെ വിളിച്ചു ഒരു ദിവസം. സതേ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, വലിയ ഇന്ന ആളുടെ ഒക്കെ ആളെ ബന്ധമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവരെ കെയർ ചെയ്യേണ്ട ഒരു നീടും ആവശ്യവും കൂടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മോൻ്റെതാണ് പ്രശ്നം, പക്ഷെ മോൻ്റെ പ്രശ്നം പറഞ്ഞാൽ അവൻ വരൂല, അതുകൊണ്ട് എന്നെ അവൻ കാണുന്നുണ്ട്, എൻ്റെ അസുഖവും എൻ്റെ പ്രശ്നമൊക്കെ അവൻ കാണുന്നുണ്ട്. അത് ഇവൻ്റെ ഈ പ്രശ്നം അറിഞ്ഞതിന് ശേഷമുള്ളതാണ്, ഇവൻ്റെ അഫെയർ അറിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ പ്രശ്നത്തിന് വേണ്ടി വരും, അവനെയും കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? സതി വിഷയം ഒന്ന് സംസാരിക്കണം. അങ്ങനെ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാ ഇവനിങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായി, അതുമുതൽ ഞാൻ ആകെ പ്രശ്നമായി. അപ്പോൾ എന്താ, മകന് ഒരു അഫെയർ ഉണ്ടായി എന്ന് പറയുമ്പോൾ, മകൾക്കൊരു അഫെയർ ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഒരു പ്രണയം ഉണ്ടായി എന്ന് പറയുമ്പോൾ പടവാൾ എടുത്ത് വെട്ടരുത്. അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ എന്താ പ്രശ്നം? ഇനി ഇവന് ഈ പ്രശ്നം പറയാൻ ആരാ ഉള്ളത്? ഫ്രണ്ട്സാണുള്ളത്. ഫ്രണ്ട്സ് എന്താ ചെയ്യുക? ഫ്രണ്ട്സ് ചെയ്യുക. അത് ആഘോഷിക്കാൻ ആവശ്യമായ എല്ലാം ഒരു കൂട്ടും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു മതമുണ്ട്. എന്താണ് ആ മതം? തൻ്റെ ഫ്രണ്ട്സിന് എന്താണോ ഇഷ്ടം, ആ ഇഷ്ടം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോവുക എന്നതാണ് അവിടുത്തെ മതം. അവിടെ ഇപ്പുറത്ത് ഇസ്ലാം ഇല്ല, റിലേറ്റഡ് ആയിട്ട് ഇസ്ലാം ഇല്ല. കാരണം അവന് സിനയാണോ തോന്നുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുക, അവന് കഞ്ചാവാണോ തോന്നുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുക, അവന് എന്താണോ ഇഷ്ടം ആ ഇഷ്ടം സംരക്ഷിക്കുക എന്ന മതമാണ് ഫ്രണ്ട്സ് എന്ന ആ ഒരു റിലേഷനിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരാരടുത്ത് പോകും? ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും. അപ്പോൾ പിന്നെ ഈ ബന്ധം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണം. ബന്ധം പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയോ അത് സ്ഥാപിക്കുകയോ ചെയ്യരുത്. അത് ഉപേക്ഷിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം? പകരം നിങ്ങൾ അവൻ്റെ കൂടെ, ഉദാഹരണത്തിന് ഒരു മോള് പറയാണ്, ഉമ്മ എനിക്കൊരു പുതിയൊരു ബന്ധമുണ്ട് കേട്ടോ. ആരാ? അത് 8ാം ക്ലാസ്സിലെ മറ്റേ ഇവിടുത്തെ ഇന്നവനാണെന്ന് പറയാണ്. അത് പറയുമ്പോൾ തന്നെ പടവെട്ടുകയോ തിരിച്ചോ ചെയ്യരുത്. അതിന് ശരിവെക്കുകയോ ചെയ്യരുത്. ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ ശരിവെക്കാതെ എന്ത് ചെയ്യണം? മോളോട് ചോദിക്കുന്നു, എന്താ സംഭവം, എപ്പോഴാണ് തുടങ്ങിയത്, എന്താ ഉണ്ടായത്, ഉള്ളതൊക്കെ പറയുന്നു. പറഞ്ഞതിന് ശേഷം അന്നൊന്നും പറയണ്ട, സാധാരണ പോലെ എല്ലാം നടക്കണം. പക്ഷേ അപ്പോഴത്തേക്ക് ഇയാൾക്ക് ബാത്റൂം പോക്ക് കൂടുന്നത്, അതുപോലെ എല്ലാം കൂടി ആകെ അൽക്കുലത്താകരുത്. എല്ലാം സാധാരണ പോലെ നടക്കണം. ഒന്നിലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകരുത്. അങ്ങനെ അന്നത്തെ അവതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നിച്ചിരിക്കുന്നു. മോളോട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ചോദിക്കണം, എന്താ മോളെ പ്ലാന്? മോനാണെങ്കിൽ തന്നെ എന്താ പ്ലാന്? 8ാം ക്ലാസ്സിലെ 2ആളും പഠിക്കുന്നത്. കല്യാണം കഴിക്കലാണോ? എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? ഇത് നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം അവൻ്റെ മനസ്സിലിട്ട് കൊടുക്കണം, അവളുടെ മനസ്സിലിട്ട് കൊടുക്കണം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തു വരും? ഇപ്പോൾ ഒന്നുമില്ല, കല്യാണം കഴിക്കുന്ന അന്ന് കല്യാണം കഴിക്കുക. അപ്പോൾ പിന്നെ അതുവരെ വിഷയമാണ് ഇത്. അവരുടെ മൈൻഡിലേക്ക് എങ്ങനെയാണ് ഇനി മൂവ് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യും? അപ്പോൾ ഇതൊക്കെ ചിന്ത വന്നു കേട്ടോ.
ചിന്ത വന്നു, അന്നും നിങ്ങൾ അവിടെ അവസാനിപ്പിക്കുക. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വേണമെന്ന് പറഞ്ഞിട്ടില്ല, വേണ്ടെന്നും പറഞ്ഞിട്ടില്ല. അടുത്തൊരു ദിവസം പിറ്റേന്ന് തന്നെയൊന്നും ആകണ്ട, ധൃതിയും വേണ്ട, ബേജാറൊന്നും വേണ്ട, ഒന്നും സംഭവിക്കൂല. അടുത്തൊരു ദിവസം നിങ്ങൾ ചോദിക്കുന്നു, എന്താ മോനെ അല്ലെങ്കിൽ മോളെ, ഹറാമായ എന്ത് ചെയ്താലും അത് ഹറാമാണ്, അതിൻ്റെ ഉത്തരവാദി മോള, അതിൻ്റെ ഉത്തരവാദി മോനാണ്. ഹറാമ് ജീവിതത്തിൽ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി നീയാണ്. അതുകൊണ്ട് ഹറാമുകൾ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇനി ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ പറയുന്നതിന് പുറമെ യൂട്യൂബ് ചാനലിൽ പറ്റുമെങ്കിൽ ലവ് അഫെയർ എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ കുറേ വീഡിയോസുകൾ ഇത് മാത്രം പറയുന്നുണ്ട്. അത് ആവർത്തിച്ച് കേൾക്കണം, നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഞാനിപ്പോൾ പറയുന്നതും ശ്രദ്ധിച്ച് കേൾക്കണം. 3 കാര്യം. 1, സ്നേഹിക്കുകയാണ് വേണ്ടത്, പരിഹാരം. ഞാനൊരു സംഭവം പറഞ്ഞാൽ വേഗം മനസ്സിലാകും. കുറച്ച് സമയം ദീർഘിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയാൽ ചോദിക്കാൻ അവസരം തരൂ കേട്ടോ. ഉണ്ടോ? എന്നാൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാം. ഒറ്റ സംഭവം പറയുമ്പോൾ കുറച്ചും കൂടി സമയം ചുരുക്കാം. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിന് ഒരു 2 ആഴ്ച ഉറക്കം നഷ്ടപ്പെട്ടു. +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. ഇവന് തീരെ ഉറക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഈ കുട്ടിയോട് കൂടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് മോനെ പ്രശ്നം? നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്ന രൂപമായോ? അതെ. നിനക്ക് എന്തുകൊണ്ടാണ് ഉറക്കം നഷ്ടപ്പെട്ടത്? അവൻ പറഞ്ഞു, എനിക്ക് 2 പ്രണയം ഉണ്ടായിരുന്നു. +2 പഠിക്കുന്ന ആൺകുട്ടിയാണ്. ഒന്ന് +2 തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, മറ്റൊന്ന് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന 2nd ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ഈ 2 ബന്ധവും രൂക്ഷമായിരിക്കുകയാണ്. ഈ 2 ബന്ധവും ഒരേപോലെ രൂക്ഷമായപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടത് എന്നാണ് ഇവൻ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ, നിൻ്റെ വല്ല പരിഹാരവും ആവശ്യമുണ്ടോ? ആ പരിഹാരം ആവശ്യമുണ്ട്. ഞാൻ പരിഹാരം പറയണോ? അത് പറയണം. അപ്പം ഞാൻ പറഞ്ഞു, നീ 2 ആളെയും സ്നേഹിക്കണം. അപ്പോൾ ഇവൻ കണ്ണു പോയിച്ച് എന്നെ നോക്കി. അതായത് ഇതുവരെ സ്നേഹിച്ചിട്ടാണ് കുടുങ്ങിയത്, ഇനി സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നാണ് അവൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം, അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്തത് സ്നേഹമാണോ? ഇപ്പോൾ ചെയ്തത് സ്നേഹമാണോ? എന്തുകൊണ്ട്? ഞാൻ അവനോട് ചോദിച്ചു, ഈ ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടിക്ക് അവരുടെ പാരൻസിന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് പ്രതിസന്ധി ഉണ്ടാകുമോ? ഉണ്ടാകും. അപ്പോൾ ആ പെൺകുട്ടിയെ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? അതായത് ആ പെൺകുട്ടിയുടെ ലൈഫ് കുഴപ്പത്തിലാകാൻ പോവാണ്. ഈ കുഴപ്പത്തിലാകാൻ പോകുന്ന സംഗതിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ പറയുന്നു നീ അവരെ സ്നേഹിക്കുന്നു, ശരിയാണോ? 2, നീ ഇപ്പോൾ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്താ ചെയ്തത്? ഇപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ഭൂരിഭാഗം പ്രണയവും ഫിസിക്കൽ കോണ്ടാക്റ്റ് അഥവാ വ്യഭിചാരം കഴിഞ്ഞതാണ്. വളരെ പവിത്രരായി മുസഫിൻ്റെ നടുക്കണ്ടമാണെന്ന് തോന്നുന്ന അത്തരം ജീവിതശൈലി മുന്നോട്ട് പോകുന്നവർ പോലും പ്രണയത്തിൽ പെടുന്ന ഒരു മേഖലയാണിത്. എന്താ? പ്രണയം തുടങ്ങുമ്പോൾ ഇത് ഇഷ്ടം, അവളെ മൂക്ക് കണ്ടിട്ട്, മറ്റുള്ള നടത്തം കണ്ടിട്ട്, പാട്ട് കണ്ടിട്ട്, എഴുത്ത് കണ്ടിട്ട്, ചിത്രം കണ്ടിട്ട്, പലത് കണ്ടിട്ടും തോന്നിയ ഇഷ്ടം. ഈ ഇഷ്ടം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ക്രിസ്മസ് വന്നപ്പോൾ ഒന്ന് അവിടെ പോയി ഇരിക്കാമെന്ന് തോന്നി. കുഴപ്പമൊന്നുമില്ല, എല്ലപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് ക്ലാസ്സിലിരിക്കുന്നോ ഒന്നിച്ചൊരു മരച്ചോട്ടിലിരുന്ന എന്തോ കുഴപ്പം. അങ്ങനെ ഒരു 2-3 ഇരുത്തായപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ പോകുന്നതിനിടയിൽ അതിൻ്റെ ഓരോ രൂപഭാവങ്ങൾ അവസാനം സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് എത്തുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചു, നീ ഈ ചെയ്തത് ഹറാമാണോ? ആണ്. ഹറാമിൻ്റെ കുറ്റം സ്വർഗത്തിലോ നരകത്തിലോ? നരകത്തിൽ. നീ ഈ കുട്ടിയെ നരകത്തിലേക്കുന്ന സ്നേഹത്തിൻ്റെ പേരിലാണ് അല്ലേ? ഞാൻ ചോദിച്ചു, നീ ഈ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ? അവന് ഉത്തരം പറയാനൊരു പേടി. സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല എന്നത് അവന് സ്ഥിരപ്പെടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സ്നേഹിക്കണം. സ്നേഹം അതൊരു അനിവാര്യതയാണ്.
സ്നേഹം ഒരാളുടെ ജീവിതത്തിൽ ഒരു കോട്ടം വരുത്തില്ല. സ്നേഹം ഒരാളുടെ ജീവിതത്തെ തകർക്കില്ല. സ്നേഹം ഒരാളുടെ ജീവിതത്തിലും മറച്ചു വെക്കേണ്ടി വരില്ല. ഞാനിപ്പോൾ നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും സ്നേഹിക്കുന്നു. ഇത് ഇങ്ങനെ പരസ്യമായി പറയാൻ ഞാൻ പേടിക്കണോ? ഈ ഉസ്താദ് കേട്ട പേടിയുണ്ടോ? എൻ്റെ ഭാര്യ കേട്ട പേടിക്കണോ? ഇവിടുത്തെ പ്രിൻസിപ്പാൾ കേട്ട പേടിക്കണോ? വേണ്ട. ഞാൻ ഈ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും സ്നേഹിക്കുന്നു എന്ന് പറയാൻ പേടിക്കേണ്ടതില്ല. അവിടെ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. പിന്നെ എവിടെയാ പ്രശ്നം? നിങ്ങൾ സ്നേഹിക്കുകയല്ല, നിങ്ങളുടെ സ്വാർത്ഥതയാണ്. ഇവിടെ മറ്റൊരു കാര്യം, വലിയൊരു പ്രശ്നമുണ്ട്. എന്താ? ഒന്ന് മറച്ചു വെക്കുന്നുണ്ട്. രണ്ടാളും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്താ ഇങ്ങനെ? അങ്ങനെ ഒന്നുമില്ല. ഈ അങ്ങനെ എവിടത്തേക്കാണ് മടങ്ങിയത്? അത് സെക്സിലേക്കാണ്. സെക്സിനെ കുറിച്ച് അങ്ങനെ ഒന്നില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു അനർത്ഥമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീ തമ്മിൽ ആകർഷിക്കുക എന്നത് ബയോളജിക്കലി സാധാരണമാണ്, നോർമലാണ്. ഒരു സ്ത്രീക്ക് പുരുഷനോട്, പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നുക എന്നത് നോർമലാണ്. 13, 14, 15, 16, 17, 18, 19, 20 വയസ്സായ ഈ ആണും പെണ്ണും പരസ്പരം സംഗമിച്ചിട്ട് അങ്ങനൊന്നുമില്ല എന്ന് പറയുന്നത് ഡേഷ് ആണ്, മിനിമം മണ്ടത്തരമാണ്. ഈ മണ്ടത്തരം ചെയ്യുന്ന സമയത്ത് സെക്സിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് എന്തു മനസ്സിലാക്കണം? പരസ്പരം പുരുഷനും സ്ത്രീയും തമ്മിൽ താല്പര്യം തോന്നാനുള്ള സാധ്യത ജൈവികമാണ്, ബയോളജിക്കലാണ്. അത് വെറുതെ നിഷേധിക്കുന്ന ഒരു പൊട്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ അത് നിഷേധിച്ചപ്പോഴാണ് ഈ അബദ്ധം തീർത്തു സംഭവിച്ചത്. അപ്പോൾ ചിലർ പറയൂ, സദാ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചത് ഓള് വിളിച്ചിട്ടാ, അല്ലെ ഓള് പറയാണ് ഓൻ വിളിച്ചിട്ടാ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കല്. ഇതൊക്കെ ഒരു മണ്ടത്തരമാണ്. കാരണം നിങ്ങൾ സെക്സിനെ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിംബലിംഗ് ആണ്, ലാബലിംഗ് ആണ് ഈ പറച്ചിലൊക്കെ. എപ്പോഴെപ്പോഴൊന്നും എല്ലാവരോടും തോന്നൂല. അതിപ്പോൾ ഭാര്യയും ഭർത്താവും എല്ലായ്പ്പോഴും സെക്സ് തോന്നണമെന്നുണ്ടോ? ഇല്ല. അത് തോന്നുന്നൊരു സമയമുണ്ട്. ഭക്ഷണം അങ്ങനെയാണ്. ഇപ്പം നിങ്ങളൊരു ബിരിയാണി കഴിക്കാൻ എന്നെ ക്ഷണിച്ചാൽ എനിക്ക് ഭയങ്കര പ്രയാസമാവും. കാരണം തൊട്ടു മുമ്പാണ് ഞാൻ ബിരിയാണി കഴിച്ചത്, അല്ലെങ്കിൽ ചോറ് കഴിച്ചത്. ഈ ചോറ് കഴിച്ചതിന് ശേഷം എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ട് അയാൾക്ക് ബിരിയാണി ഒരിക്കലും പറ്റൂല എന്ന് പറയോ? ഇല്ല. അതായത് നാം ഒന്നിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല, ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ പുരുഷനും സ്ത്രീയും പെർമിറ്റഡ് അല്ലാതെ, നിയമാനുസൃതമല്ലാതെ സംഗമിക്കരുത്. ഇത് നിഷേധിക്കുന്നത് കൊണ്ടാണ് ഇവരെല്ലാം പെടുന്നത്. ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ നീ ഇപ്പം ചെയ്യുന്നത് സ്നേഹമാണോ? അല്ല. അപ്പം സ്നേഹിക്കലാണ് ഒന്നാമത്തെ പരിഹാരം. സ്നേഹിക്കലാണ് പരിഹാരം. ഇനി അടുത്തത് മൂന്നാമത്തെ മേറ്റർ. അപ്പോൾ ഒന്ന് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? ലവിങ്, സ്നേഹം അനിവാര്യമാണ്. 2 ഞാൻ പറഞ്ഞത് സെക്സ്, അത് അനിവാര്യമാണ്. ഈ സെക്സിനെ മറച്ചു വെച്ചാലാണ് പ്രശ്നം. പെൺകുട്ടികളോട് ഉമ്മമാർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. 9 വയസ്സായാൽ കുട്ടികൾക്ക് ധാരണ കൊടുക്കണം, മോളെ പ്രായപൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായിട്ട് രക്തമുണ്ടാകും. ആ രക്തമുണ്ടായാൽ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് വലിയ ഭയപ്പെടാനുള്ള സംഗതിയൊന്നുമല്ല. അവിടെ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എപ്പോഴും കടച്ചിൽ, പെയിന്, തലവേദന, അത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ പ്രയാസം നിങ്ങൾ തീർക്കണം, അഥവാ ആരോഗ്യം മെച്ചപ്പെടുത്തണം. കൃത്യമായ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നൽകണം. ആരോഗ്യമായ ഭക്ഷണം നൽകേണ്ടത് ഉമ്മമാരാണ്. അതുപോലെ ആ പെൺകുട്ടികൾക്ക് എന്തു പറഞ്ഞു കൊടുക്കണം? നിന്റെ ക്ലാസ്സിലെയോ നിന്റെ പരിസരത്തെയോ ഉള്ള പുരുഷന്മാരോട് താല്പര്യം തോന്നിയാൽ നീ ഉമ്മയോട് ഷെയർ ചെയ്യാൻ ഭയപ്പെടരുത്. ഷെയർ ചെയ്താൽ എന്തു പറഞ്ഞു കൊടുക്കണം? ആ താല്പര്യം തോന്നുന്നത് അതൊരു ജൈവികതയാണ്. സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നിയാൽ എന്ത് ചെയ്യണം? തോന്നിയാൽ നിങ്ങൾ ഭക്ഷണം എങ്ങനെയാ? ഇവിടെ ക്യാൻറ്റീനിൽ ബിരിയാണി ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ എടുത്ത് കഴിക്കുമോ? ഇല്ല. അത് ടീച്ചറുകളുള്ളതായിരിക്കാം, അല്ലെ പ്രിൻസിപ്പൽ സാറതായിരിക്കാം. നമ്മളെടുത്ത് കഴിക്കുമോ? ഇല്ല. വഷളാക്കും. കഴിച്ച പേര് ദോഷമാണ്, മോശമാണ്. അല്ലേ? വഷളല്ലേ? വഷളാണ്. ഇവിടെ ഒരാൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ മുറ്റത്ത് എന്ത് ചെയ്യാണ്, അവിടെ തന്നെ അങ്ങ് ഇരുന്ന് ഒരു ബിരിയാണിയിൽ പെയിറ്റ് അത് വെച്ച് കഴിക്കുകയാണ്. ഒരു വഷളാണത്. ചെയ്യൂല. ഭക്ഷണം കഴിക്കുന്നതിന് ചില മര്യാദയുണ്ട്, സമയമുണ്ട്. വേറൊരാളുടെ തന്നെ എടുക്കൂല. ഉച്ചക്കത്ത് കൊണ്ടുവന്ന ഭക്ഷണം രാവിലെ കഴിക്കുമോ? ഇല്ല. അത് ഉച്ചക്ക് കഴിക്കാനുള്ളതാ. ഇതുപോലെ സമയാനുസൃതമായി, ബന്ധങ്ങൾക്കനുസൃതമായി
അങ്ങനെയാണത് ചെയ്യുക എന്ന മനോഭാവം വെച്ച് പുലർത്തുകയാണ് പരിഹാരം. ഇത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ മതി, കുട്ടി കറക്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ എന്തുണ്ടാകരുത്, പറഞ്ഞപ്പം തന്നെ അനുജത്തീനെ വിളിച്ചു പറഞ്ഞു, മറ്റേ ഭർത്താവിൻ്റെ ഇവരെ വിളിച്ചു പറഞ്ഞു, പെങ്ങളെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യരുത്, വഷളത്തരമാണ്. എല്ലാവരുടെ മുമ്പിലും മക്കളുടെ ന്യൂനതകളൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. പറയേണ്ടടുത്ത് മാത്രമേ പറയാവൂ. അങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. മൂന്നാമതൊരു മാറ്റർ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ലവ് അഫെയർ കൃത്യമായി ഡീൽ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നിർത്തണോ? പറയാതെ നിർത്തണോ? ഒരു മാറ്റർ, വിവാഹ ജീവിതം, മാരേജ് ലൈഫ്. എന്താ മാരേജ് ലൈഫ് എന്നറിയോ? 1-to-1 റിലേഷൻ അല്ല, ഫാമിലി ടു ഫാമിലി റിലേഷനാണ് വിവാഹം. രണ്ടാൾ മാത്രം ഒറ്റക്കൊരുത്തെ പോയിട്ട് ചേരുന്നതാണോ വിവാഹം? അല്ല. ഫാമിലിയും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് നടക്കുന്നതാണ് ചടങ്ങ് പോലും. ഇനി അത് കഴിഞ്ഞ് നമ്മളൊരു വീട്ടിൽ കൂടെയാണ്, ഒരു സൽക്കാരം കഴിക്കുകയാണ്. എങ്ങനെയാണ് സൽക്കാരം? ഇവർ രണ്ടാൾ മാത്രമാണോ? അല്ല, ഫാമിലി ടു ഫാമിലിയാണ്. അത് കഴിഞ്ഞ് ഗർഭിണിയായി ആശുപത്രി കാണിക്കാൻ പോയി, അങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു പോവുകയാണ്. അല്ലെ അത് കഴിഞ്ഞൊരു അക്കീക്കത്തിറക്കുകയാണ്. ഇവർ രണ്ടാൾ മാത്രമാണോ? അല്ല. വീടുണ്ടാക്കുകയാണ്. ഇവർ രണ്ടാൾ മാത്രമാണോ? അല്ല. വീടുണ്ടാക്കി വീട്ടിൽ കൂടുകയാണ്. ഇവരൊറ്റക്കാണോ? അല്ല. അപ്പോൾ മാരേജ് ലൈഫിലെ ബിഗ്ഗസ്റ്റ് സർക്കിൾ, അതിൻ്റെ വലിയൊരു വൃത്തം, അത് ഫാമിലിയും ചേർന്ന് ചെയ്യുന്ന ഒരു ലൈഫാണ്. അതിൽ ഇവരുടെ ചേർച്ച വേണ്ടെന്നാണോ? അല്ല, വേണം. അത് എന്തിൻ്റെ അനുബന്ധമാണ്? ഫാമിലി ടു ഫാമിലി മാച്ചബിൾ ആവുക, അനുയോജ്യമാവുക എന്നതിൻ്റെ അനുബന്ധമാണ്. ഇത് മാനേജ് ചെയ്ത് പോരുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. മാരേജിനെ കുറിച്ച് ഈ ഒരു കാഴ്ചപ്പാട് നൽകുക. 1, സ്നേഹമാണ് ശരി. 2, 3, സെക്സിനെ കുറിച്ച് കൃത്യമായിട്ട് യാതൊരു മറയുമില്ലാതെ ഞാൻ ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും മോശമുണ്ടോ? സെക്സിനെ കുറിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞില്ലേ? ഇത് നിങ്ങളെ മക്കളോട് പറയണം. സെക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നാം, സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നാം. ഈ പ്രായമായാൽ അതിൻ്റെ സമയമാണ്, സാധ്യതയുണ്ട്. അതിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഹറാമുകൾ ചെയ്യരുത്, പരസ്പരം ഒന്നിച്ച് സംഗമിക്കരുത്. ക്ലാസ്സുകളിൽ ഒന്നിച്ച് പഠിക്കുന്നു എന്ന് കാരണം കൊണ്ട് പലപ്പോഴും പല ഉമ്മമാരും പല രക്ഷിതാക്കളും ഈ കുട്ടിയുടെ കൂടെ അവ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞിട്ട് അന്യപുരുഷന് ഈ കുട്ടിയുടെ കൂടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇടം നൽകുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട്. പെരുന്നാളിന് ഗസ്റ്റായിട്ട് വരുന്നു. ആരാ? വളരെ ക്ലാസ്മേറ്റാണ്. ആരാ? ഡിഗ്രിക്ക് പഠിക്കുന്ന 18 വയസ്സായ 19 വയസ്സായ 20 വയസ്സായ മോള്. ഈ മോളെ ഫ്രണ്ട് ആര്? 20 വയസ്സുകാരൻ, 21 വയസ്സുകാരൻ, 22 വയസ്സുകാരനായ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ. എവിടെയോ നിന്ന് ഒരു വിഷമവുമില്ല. ഇത് ബുദ്ധിശൂന്യതയാണ്, മാന്യത കുറവാണ്. ഇത് നിലവാരമല്ല, നിലവാരക്കുറവാണ്. നാം വീട്ടിൽ വരാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, സംഗമിക്കരുത്, അത് അപകടമാണ്. ഇത് തുറന്ന് സംസാരിക്കണം, അതിൽ അവിശ്വസിക്കുകയും ചെയ്യരുത്. ചിലരൊക്കെ വിചാരിക്കുന്നത് ഇത് അവിശ്വാസമാണ്. അവിശ്വാസമാണോ? അല്ല, അത് അവിശ്വാസമല്ല, അത് പരസ്പരം വിശ്വാസം തന്നെയാണ്. ഒരു ഉമ്മയാണ് ഈ മനുഷ്യൻ്റെ ജീവിതാന്ത്യം വരെയുള്ള നോവറിയേണ്ട കൂട്ടുജന്മം. ഉമ്മയേക്കാൾ ഒരു മനുഷ്യനെ അറിയാൻ പറ്റുന്നൊരു ജന്മം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മയുടെ വൈകാരിക ബന്ധമാണത്, ഗുണകരമായൊരു ബന്ധമാണത്. അത് അവിശ്വാസമല്ല. അത് അവരെ വേദനിപ്പിക്കാതെ സ്ട്രൈറ്റായിട്ട് പറഞ്ഞ് ശീലിക്കണം. അങ്ങനെ പറഞ്ഞ് ശീലിക്കുമോ നിങ്ങൾ പിഴക്കില്ല, മക്കൾ കുടുങ്ങിപ്പോവുകയില്ല. നിങ്ങളുടെ മക്കൾ ഈ വയസ്സ് തുടങ്ങി നിങ്ങളൊരാഴ്ചയിൽ 2 തവണയെങ്കിലും ഒന്നിച്ചിരിക്കണം. അവർക്ക് ഫ്രണ്ടായിട്ട് നിങ്ങളെപ്പോഴും ഫീൽ ചെയ്യണം. അവർക്ക് നിങ്ങളെ ഹഗ് ചെയ്യുന്നതിന് തടസ്സം തോന്നരുത്. നിങ്ങളെ ഷെയ്ക്കാൻ ചെയ്യാത്തൊരു ദിവസം വരരുത്. നിങ്ങൾ പരസ്പരം ഒരാഴ്ചയിൽ 1 തവണ ഈ ഉമ്മയും മോനും, ഉമ്മയും മോളും, ബാപ്പയും മോനും ബാപ്പയും മോളും പരസ്പരം ഹഗ് ചെയ്യുന്നതിന് തടസ്സം തോന്നിയ ഒരാഴ്ച നീങ്ങരുത്. പരസ്പരം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ
നിമിഷങ്ങൾക്കിടമില്ലാതെ ഉത്തരം വരണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഉമ്മയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഉപ്പയാണ് എന്ന് പറയാൻ നിമിഷങ്ങൾ കാത്തു നിൽക്കേണ്ടി വരരുത്. ഇതിന് നിങ്ങൾക്ക് കഴിയുമോ? അതാണ് ഇസ്ലാമികമായ ജീവിതം, അതാണ് തഖ്വയുള്ള ജീവിതം, അതാണ് സുരക്ഷിതമായ ജീവിതം, അതാണ് സ്റ്റാൻഡേർഡ് ലൈഫ്, നിലവാരമുള്ള ജീവിതം. അവിടെ ഉമ്മാനെ പേടിക്കുക, ഉമ്മാനപ്പാനെ പേടിക്കുക. പേടിക്കേണ്ടതും ഈ വിഷജന്തുക്കളെയും അതുപോലെ ഇതിനെയൊക്കെയാണ്. ഉമ്മയോട് സ്നേഹം, ഉമ്മയോട് ബഹുമാനം, അതൊക്കെ പരസ്പരം ബഹുമാനം ഉണ്ടാകണം. ബഹുമാനം മക്കളോടുണ്ടാകണം. മക്കളെ ഇൻസൾട്ട് ചെയ്യരുത്, മക്കളെ അനാവശ്യം പറയരുത്, മക്കളെ സഭ്യതരമായി എന്തെങ്കിലുമൊക്കെ വിളിക്കുകയും കളിയാക്കുകയും എന്ത് ചെയ്യരുത്, നിന്ദിക്കുകയും ചെയ്യരുത്. അതെല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ഉൾക്കൊള്ളണം. പ്രത്യേകിച്ച് മുതിർന്നവരാകുന്ന സമയത്ത് ഇങ്ങനെ മക്കളെ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ ആ മക്കൾക്ക് പിഴക്കാൻ കഴിയില്ല. ഒന്ന് ചുരുക്കി ഈ വാക്കുകളെ ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്യാം. 1 മുതൽ 7 വരെ വയസ്സ് മക്കൾക്ക് കളങ്കമില്ലാത്ത സ്നേഹം കിട്ടണം. 8 മുതൽ 14 വരെയുള്ള വയസ്സ് അവർക്ക് നല്ല മാർഗനിർദ്ദേശം കിട്ടണം. ഒരുപാട് സംസാരിക്കാനുണ്ടാകും, എന്തിനെക്കുറിച്ചും സംസാരിക്കാൻ പറ്റണം. നമുക്ക് വ്യക്തതയില്ലാത്തത് ചോദിച്ച് പറയണം. 3-മത്തത് 15 മുതൽ 21 വരെ വയസ്സ് കൂടെ ജീവിക്കണം. അതായത് 21 വയസ്സുള്ളൊരു ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു. അവൾ പറയാണ് അവൾക്ക് ടൂർ പോകണം. ഡിഗ്രി കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ടൂർ പോവാണ്, 9 ദിവസത്തെ ടൂർ. കേരളത്തിൽ നിന്ന് കർണാടക കഴിഞ്ഞു, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ജാർഖണ്ഡ്, അങ്ങനെ പഞ്ചാബ് തുടങ്ങിയ സ്റ്റേറ്റുകളിലൂടെ 9 ദിവസം യാത്ര ചെയ്യണം. ആരൊക്കെ കൂടെ? ഫ്രണ്ട്സ്. ആരാ ഫ്രണ്ട്സ്? സെയിം ഏജിലുള്ള പുരുഷന്മാരും സ്ത്രീകളും. പേരിന് പഠിപ്പിക്കുന്നവരായ ഭയങ്കര ഉത്തരവാദിത്വ ബോധവും ധാർമ്മിക ബോധവുമുള്ള അധ്യാപകരും. ഞാൻ അങ്ങനെ പറയുന്നത് മനസ്സിലാകുന്ന ഞാൻ കരുതുന്നത്. അവരും കൂടെ പോകുന്നു. ഇവരോട് ചോദിക്കുന്നു, ഇത് ഹലാലാണോ, സേഫാണോ? മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകന് ഈ യാത്ര സേഫാണെന്ന് പറയാൻ കഴിയുമോ? ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തായാൽ കാണാൻ അതൊരു രസമാണ്. പക്ഷെ അവനവൻ്റെ അമ്മയാകണം. ഓരോരുത്തരും അനുഭവിക്കുന്ന യാതനകളും പ്രയാസങ്ങളും നഷ്ടങ്ങളും അത് വലുതാ. മനുഷ്യബോധമുള്ളവർക്ക്, മൂല്യബോധമുള്ളവർക്ക്. ഇരിക്കട്ടെ, ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് എന്താ പ്രയാസം? എന്നാൽ ഫ്രണ്ട്സ്, സ്വന്തം ഉമ്മാൻ്റെ കൂടെ, ഉപ്പാൻ്റെ കൂടെ, സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പോയിക്കൂടെ? അതൊരു വൈബ് കിട്ടൂല. എന്തുകൊണ്ടാണ് വൈബ് കിട്ടാതെ പോയത്? ഇതില്ലാത്തത് കൊണ്ടാണ്. ഒരു 10-13 വയസ്സാകുമ്പോൾ മക്കളെ കൂടെ ഇരുന്ന് ശീലിക്കണം. മക്കളെ കൂടെ 1 മാസത്തിൽ 1 തവണയെങ്കിലും ഹറാമില്ലാത്ത ഔട്ടിങ്ങുകൾ നടത്തണം. ഹറാമില്ലാത്ത ഔട്ടിങ്ങുകൾ നടത്തണം. ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗ്യാതറിങ് ഫാമിലിയിൽ നടക്കണം. പഴയകാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവ് ഗ്യാതറിങ് ആണ്, ഒത്തുതേരലാണ്. വെള്ളിയാഴ്ച രാവ് കളറായിരിക്കും. അന്ന് ആരും തമ്മിൽ ഒരിക്കലും ദേഷ്യപ്പെടൂല. കാരണം വീട്ടിൽ നിന്ന് പറയും ഉമ്മാമക്ക് പൊരുത്തക്കേടായിരിക്കും, വെള്ളിയാഴ്ച രാവാ. അന്ന് 3 യാസീൻ ഓതാതെ 300 സ്വലാത്തി അല്ലാതെ മധുരമുള്ളൊരു പായസം വെക്കാതെ പലഹാരങ്ങൾ ഉണ്ടാക്കാതെ അന്ന് കഴിഞ്ഞു പോകൂല. ഇന്ന് ഗ്യാതറിങ് ഇല്ല. അതുകൊണ്ട് കല്യാണത്തലേന്നാൾ ഗ്രൂമാണ്, ബ്രൈഡറാണ്, എല്ലാ ഹറാമും കൂത്താട്ടോ. പല കേസുകളും കൈകാര്യം ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികൾ ചോദിക്കുന്നത്, എന്തിനാ ഇത്ര പ്രയാസപ്പെട്ട് കെയർ ചെയ്യേണ്ട കാര്യം എന്താ? എന്തിനാ നിങ്ങളിങ്ങനെ ഇത്ര പ്രയാസപ്പെട്ട് ഈ ഹറാമായ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത്? എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, വിവാഹത്തിൻ്റെ അന്നും തലേന്നും വരെ ഈ പരപുരുഷ ബന്ധങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞത്, പിന്നെ എന്താ പ്രശ്നം? ഇതാ ചോദ്യം. ആരാ ഉത്തരവാദി? ഹലാലായ ഗാദറിങ്ങുകൾ കഴിഞ്ഞ കാലത്തെ മഹാന്മാരെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ നമ്മൾ അതൊക്കെ ചിലർ മാറ്റി. എന്നിട്ട് ഇങ്ങനെ ഹറാമിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. നാം ഹലാലിലേക്ക് മടങ്ങണം. നിരന്തരം ആഘോഷമായിരിക്കണം വീട്ടിൽ. മക്കളും ഉമ്മയും ചേർന്നാൽ ആഹ്ലാദമായിരിക്കണം.
സ്കൂളിൽ നിന്ന് വിട്ടുവരുമ്പോൾ, മദ്രസ വിട്ടുവരുമ്പോൾ മക്കൾ ആഹ്ലാദത്തോടെ സ്വീകരിക്കണം. അങ്ങനെ ശൈലി ഉണ്ടാകണം. കാരണം ഇസ്ലാം പഠിപ്പിച്ചൊരു ശൈലിയാണത്. ഒന്ന് മക്കളെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ എന്താ ചിലവ്? മക്കളെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് സലാം പറയാൻ, ഒന്ന് ഹഗ് ചെയ്യാൻ, ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ എന്താ ചിലവുള്ളത്? ഇതിനേക്കാൾ വലിയ ഒന്നുമില്ല ഒരു ഉമ്മ മക്കൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഒറ്റ സംഗതി കെയർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ബിബി ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ, ബാപ്പ എപ്പോഴും മോളെ വിഷമം കാണുന്ന ബാപ്പയാണ്. വീട്ടിൽ ജോലിക്ക് ആളുണ്ടാകൂല, താമസിക്കാൻ വലിയ ലക്ഷറി വീടില്ല, സൗകര്യങ്ങൾ പലപ്പോഴും ഭക്ഷണങ്ങൾ യഥേഷ്ടമില്ല. അങ്ങനെ കഴിഞ്ഞു പോകുന്ന ബാപ്പാക്ക് ഒരു ദിവസമെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകട്ടെ ബാപ്പ വരുമ്പോൾ എന്ന് കരുതി ഫാത്തിമ വളരെ പ്രയാസപ്പെട്ട് ആഭരണങ്ങൾ സംഭരിച്ചു. ആ സംഭരിച്ച ആഭരണങ്ങൾ നബിതങ്ങൾ കാണാൻ വേണ്ടി വരുന്ന സമയത്തേക്ക് കയ്യിലും കാതിലും ഒക്കെ അണിഞ്ഞു. മുത്തുനബിതങ്ങൾ നബി ഫാത്തിമയെ കണ്ടപ്പോൾ എപ്പോഴും ഏത് യാത്ര പോകുമ്പോഴും അവസാനം ഫാത്തിമാൻ്റെ അടുത്ത് വരും. ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും ആദ്യം ഫാത്തിമാൻ്റെ അടുത്ത് വരും. പള്ളിയിൽ പോയി വരുമ്പോൾ ഫാത്തിമയുടെ വീട് കുറച്ച് അകലെയായി പ്രയാസമായപ്പോൾ വരുമ്പോൾ കാണണം. അതുകൊണ്ട് വീട് അടുത്തേക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിപ്പിച്ചു. എന്നിട്ട് അടുത്ത് വീടാക്കി. എന്തിന്? പള്ളിയിൽ പോയി വരുമ്പോൾ ഫാത്തിമാനെ കാണണം. ഒരു ബാപ്പയുടെ വല്ലാത്തൊരു ഷൗക്കാണത്. വീട്ടിലേക്ക് ബാപ്പ നബിതങ്ങളെ വീട്ടിലേക്ക് ഫാത്തിമ വരുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കൈ പിടിച്ച് ഹഗ് ചെയ്ത് മുത്തം കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ആദരിച്ചിരുത്തും ആ ബാപ്പ മോളെ. അങ്ങനെ വളർത്തിയ ആ ഫാത്തിമയെ മുത്തുനബിതങ്ങൾ വരുമ്പോൾ നബിതങ്ങൾ ബാപ്പാക്കൊരു സന്തോഷമാകാൻ വേണ്ടി ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ഫാത്തിമയെ കണ്ടപ്പോൾ നബിതങ്ങളുടെ മുഖം മങ്ങിപ്പോയി. ചീത്തയൊന്നും പറഞ്ഞില്ല, ആക്ഷേപിച്ചതൊട്ടുമില്ല. പക്ഷേ മുഖത്തെ ആ സന്തോഷം ഇച്ചിരി മങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മോൾക്ക് ദുനിയാവിലുള്ള ഈ ആഡംബരത്തോട് വല്ലാതെ ആശ കൂടിപ്പോകുന്നുണ്ടോ എന്നത് പ്രത്യക്ഷത്തിൽ വന്നപ്പോൾ നബിതങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. അടുത്ത് തന്നെയാണ് മസ്ജിദുൻ നബവി, അഥവാ അടുത്ത ചുമരാൻ. മസ്ജിദുൻ നബവിയിൽ ചെന്നിരുന്നു. ഫാത്തിമക്ക് മനസ്സിലായി പാപ്പയ്ക്ക് ഇതല്ല വേണ്ടത്. ഏത് സൗകര്യങ്ങൾക്ക് നടുവിലാണെങ്കിലും മനസ്സ് സന്തോഷിച്ച് ജീവിക്കുന്നതാണ് ബാപ്പാക്ക് വേണ്ടത്, അല്ലാതെ ഈ ആഡംബരങ്ങളോടുള്ള ആരാധനയല്ല വേണ്ടത് എന്ന് മനസ്സിലായപ്പോൾ ആ ആഭരണങ്ങൾ അങ്ങനെ തന്നെ ഊരി എന്നിട്ട് കൊടുത്തയച്ചു മസ്ജിദ് നബവിയിലേക്ക്. പാപ്പ ഇത് വിറ്റിട്ട് അതിൻ്റെ സ്വതക്ക സാധുക്കൾക്ക് വിതരണം ചെയ്യണം, ഇത് ഫാത്തിമ മോള് പറഞ്ഞതാണെന്ന് പറയണം. കൊടുത്തയച്ചു. ഇതാണ് പാരൻറ്റിങ്ങിൻ്റെ മോഡൽ. നമ്മൾ സ്നേഹത്തോടെ വളർത്തിയാൽ ചീത്ത വിളിക്കണ്ട, കുറേ പറഞ്ഞ് മടുപ്പിക്കണ്ട. ആദരവോടെയും നല്ല വാക്കുകളോടെയും നല്ല സമീപനത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിച്ച് മക്കളെ വളർത്തിയാൽ ആ മക്കൾ നന്മയുള്ളവരാകും, തിരുത്താൻ എളുപ്പമുള്ളവരാകും, തിരുത്താൻ ചീത്ത വിളിക്കേണ്ടി വരില്ല. ഒന്ന് ചിരി മങ്ങിയാൽ പോലും ആ മക്കളിലെ തെറ്റുകൾ തിരുത്താൻ എളുപ്പമാണ്. അള്ളാഹു നമുക്കത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾ പഠിച്ചോനെ, അവരുടെ രക്ഷിതാക്കളാണ് ഇരുന്നത്. ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെയൊക്കെ നീ നല്ലവരാക്കണേ അല്ലാ. ഞങ്ങൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും നീ ഞങ്ങൾക്ക് തുണയാകണേ റഹ്മാനെ, സഹായിയാകണേ അല്ലാ. ഞങ്ങളെ ജീവിതാവശ്യങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഈമാനുള്ള തഖ്വയുള്ള ജീവിതം ഞങ്ങൾക്ക് എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ പ്രചാരകരാകാനും ഞങ്ങൾക്ക് ഭാഗ്യമേകണേ റഹ്മാനെ. മക്കളെയൊക്കെ എല്ലാ പരീക്ഷകളിലും ജീവിത മേഖലകളിലും വിജയികളാക്കണേ റഹ്മാനെ. അവരെയൊക്കെ പടച്ചോനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കണേ അല്ലാഹുവേ. ഈ സ്ഥാപനത്തെ നീ എന്നും ഉയർത്തണേ റഹ്മാനെ.
ഇതിൻ്റെ ബാനിയും ഇതിൻ്റെ മുൻതോട്ടം വഹിച്ച് ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചവരുമായ മഹാന്മാർ, അവർക്കൊക്കെ നീ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഇതിന് സഹായിച്ച എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ നിന്റെ ദീനിന് ഉപകരിക്കുന്ന സ്ഥാപനമാക്കി ഇതിനെ ഉയർത്തി നിർത്തി തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 25 ചാപ്റ്ററുകളിലായി, 25 ടോപ്പിക്കുകളിലായി, 25 അരമണിക്കൂർ ദൈർഘ്യമുള്ള റെക്കോർഡിങ്ങുകൾ, അതുപോലെ 25 PDF ഉൾക്കൊള്ളുന്ന ഒരു പാരൻറ്റിങ് കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും ശ്രദ്ധ ഊന്നിയത്. അതേസമയത്ത് ഓരോന്നും വേറെ വേറെ ടോപ്പിക്കുകളായി മിനിമം അരമണിക്കൂറുള്ള, അഥവാ ഇപ്പോൾ ഒരു ടീച്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ ഉപകാരപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത ഒരു കോഴ്സുണ്ട്. ആവശ്യക്കാർക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇതിൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ നമ്പർ ഇതിൽ പ്രദർശിപ്പിക്കുക. ആവശ്യക്കാർക്ക് ആ നമ്പർ നോട്ട് ചെയ്യാം. ആ നമ്പർ നോട്ട് ചെയ്തിട്ട് അതിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൽ അയച്ചു തരും. അതായത് അരമണിക്കൂർ ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ, 25 ക്ലാസ്സുകൾ. അതുപോലെ അതിൻ്റെ മാറ്റർ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ മാറ്റർ PDF ആയിട്ട് അതും അതിൻ്റെ കൂടെ തരും. ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുത്താം. രക്ഷിതാക്കൾക്കും അത് ഒഴിവുള്ള സമയത്തൊക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ലൈഫിൽ ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. കുറേ അധികം നേരം ഒന്നിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളൊക്കെ കിട്ടാതെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും വിഷയത്തിൽ പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.